ഓക്കെ, സോ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് മാത്രം മതി. നിങ്ങൾക്ക് ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. GOC എന്ന് പറയുന്നത് അരോമാറ്റിസിറ്റിയും കൂടി കണക്റ്റഡ് ആണ്. GOC പ്ലസ് അരോമാറ്റിസിറ്റി ആണ് നോർമലി വരുന്നത്. അത് കോമ്പിനേഷൻ ചോദ്യങ്ങളായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? എമോങ് ദ കാർബോകാറ്റയോൺസ് ഗിവൺ ബിലോ, 3 പേരുടെ നേച്ചർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. കാർബോകാറ്റയോൺസിന്റെ അരോമാറ്റിസിറ്റി ആണ് ചാപ്റ്റർ. ഓക്കെ, സോ കാർബോകാറ്റയോൺസ് ആകുമ്പോൾ GOC ആണ്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, പ്രശ്നമൊന്നുമില്ല. അരോമാറ്റിസിറ്റി ആണ്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ഇതില് നമുക്കറിയാം ഒരു എന്താ പറയാ, സൈക്ലിക് സ്ട്രക്ചറിന്റെ നേച്ചർ ഒരു അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ എന്നൊക്കെ ചോദിക്കും അല്ലേ. സോ എ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എ? എയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 8 മെമ്പേർഡ് റിംഗ് ആണ് വിത്ത് 6 പൈ ഇലക്ട്രോൺസ് ആൻഡ് എ പോസിറ്റീവ് ചാർജ്. ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. കുറെ കണ്ടിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇത്, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. ഈവൻ ദോ അവിടെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഉണ്ടെങ്കിലും ഈ കോമ്പൗണ്ട് അരോമാറ്റിക് ആണ്. പക്ഷേ നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു പേര് ഹോമോ അരോമാറ്റിക് എന്നാണ്. എങ്ങനെയത് ഹോമോ അരോമാറ്റിക് ആയിട്ട് നിൽക്കുന്നത്? ആ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണെ റിങ്ങിന്റെ പുറത്തേക്ക് നിർത്തും, ഔട്ട് ഓഫ് പ്ലെയിൻ ആക്കി നിർത്തിയിട്ട് ബാക്കി വരുന്ന 7 കാർബൺ ആറ്റംസ് സൈക്ലൈസ് ചെയ്ത് അരോമാറ്റിക് ലൂപ്പില് നിൽക്കും അല്ലേ. സോ എ എന്ന് പറയുന്നത് ഹോമോ അരോമാറ്റിക് ആണ്. ബി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആന്റി അരോമാറ്റിക് ആണ്. സി അരോമാറ്റിക് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നേച്ചർ ഓഫ് അരോമാറ്റിസിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഓഡിബിൾ ആക്കിയോളൂ, കാരണം എൻ്റെ ലാപ്പ് കംപ്ലൈന്റ് ആണ്. അപ്പൊ ഞാൻ ഐപാഡിലാണ് ക്ലാസ് എടുക്കുന്നത്. സോ നിങ്ങൾ യെസ് ഓർ നോ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു കേട്ടോ. യെസ്, ആരെങ്കിലും പറഞ്ഞാലും മതി, എല്ലാവരും കൂടി പറയണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ റിലേറ്റീവ് റേറ്റ് ഓഫ് സോൾവോളിസിസ് ഓഫ് അയോഡൈഡ് A2C. എന്താണ് സോൾവോളിസിസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സോൾവോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെയാണ് നമ്മൾ അത് വിളിക്കുന്നത്. ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അയോഡിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ എ സോൾവെന്റ്. ഒന്നെങ്കിൽ അസറ്റിക് ആസിഡ് ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കും, എന്താണെങ്കിലും അല്ലേ. സോ റേറ്റ് ഓഫ് സോൾവോളിസിസ് ആണ് ചോദ്യം. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു റിയാക്ഷൻ കയറി വരണം. ഏതൊക്കെ റിയാക്ഷൻസ് ആണ് വരേണ്ടത്? നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ, SN1, SN2. ഈ 3 റിയാക്ഷൻസുകളാണ് റേറ്റ് ഓഫ് സോൾവോളിസിസ് എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് 3 സ്ട്രക്ചേഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് പോകുന്നത് ബി എന്നായിരിക്കും, ശരിയല്ലേ? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് പോകുന്നത് ബി എന്നായിരിക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയില് അത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലാണ് ഉള്ളത്, ശരിയല്ലേ? sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലാണ് ബിയില്. അപ്പൊ ഏറ്റവും ഓക്കെ, അപ്പൊ ഏറ്റവും സ്ലോലി പോകുന്നത് ബി എന്നായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഉത്തരം അപ്പൊ തന്നെ ആയി. ശരി, നോക്കിയേ, ആയില്ലേ? ഏറ്റവും സ്ലോവിൽ പോണത് ബി എന്നായിരിക്കും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോണത് സി എന്നായിരിക്കും. എന്തുകൊണ്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സി എന്ന് പോകുന്നത്? സിയിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജന്റെ ലോൺ പെയർ ആരെ കളയും? അയോഡിനെ ഫസ്റ്റ് തന്നെ കളയും. നൈബറിംഗ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ, NGP എന്ന് വിളിക്കും അല്ലേ, NGP. സോ വളരെ വളരെ ഫാസ്റ്റ് ആയിരിക്കും എവിടെ നിന്ന് പോകുന്നത്? സി എന്ന് പോകുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. The correct order of acidity of the following compound A2C. The correct order of acidity. Acidic strength എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് H+ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആനയോൺ ആണ് ഫോം ചെയ്യുന്നത്. ഈ ആനയോണിനെ നമ്മൾ കോഞ്ചുഗേറ്റ് ബേസ് എന്നാണ് വിളിക്കുന്നത്. ഈ കോഞ്ചുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആവുന്നു, ഇതിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ആസിഡിന്റെ സ്ട്രെങ്ത് കൂടും.
അത്രത്തോളം ആസിഡിന്റെ സ്ട്രെങ്ത് കൂടും. കോഞ്ചുഗേറ്റ് ബേസ് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കിയേ, നെഗറ്റീവ് ചാർജ് ഇവിടെ വരും, നെഗറ്റീവ് ചാർജ് ഇവിടെ വരും, നെഗറ്റീവ് ചാർജ് ഇവിടെ വരും. സോ ബി എന്ന് പറയുന്നത് ആന്റി അരോമാറ്റിക് ആണ്. ബി എന്ന് പറയുന്നത് ആന്റി അരോമാറ്റിക് ആണ്. ദാറ്റ് മീൻസ് ബി എന്ന് പറയുന്നത് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്, അല്ലേ? സോ ദിസ് വിൽ ബി ലീസ്റ്റ് അസിഡിക്. ബി എന്ന് പറയുന്നത് ലീസ്റ്റ് അസിഡിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ആൻസർ ആയില്ലേ? ഓക്കെ അല്ലേ? ഏറ്റവും അസിഡിക് എ ആയിരിക്കും. എന്തുകൊണ്ട് ഏറ്റവും അസിഡിക് ആവാനുള്ള കാരണം? ഏറ്റവും അസിഡിക് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരോമാറ്റിക് ആണ്. അത് മാത്രമല്ല സിയും അരോമാറ്റിക് ആണ്. പക്ഷെ അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അരോമാറ്റിക് ആകുമ്പോൾ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂടില്ലേ? ഓക്കെ, IUPAC കൂടെ ഇടയിൽ വരുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, IUPAC നെയിം. സോ ഇതിന്റെ IUPAC നെയിം എന്താണെന്നുള്ളതാണ് ചോദ്യം. IUPAC നെയിം വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കുക. വിച്ച് ഈസ് ദ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ ഇതിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ആസിഡ് ഉണ്ട്. അപ്പൊ ആസിഡ് തന്നെയാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ നമ്പറിംഗ് സിസ്റ്റം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആസിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങോട്ട് പോകുന്നുള്ളതാണ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് മൾട്ടിപ്പിൾ ബോണ്ട്, മൾട്ടിപ്പിൾ ബോണ്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂവന്റ്, ഇങ്ങനെയാണ് അതിന്റെ ചാർട്ട് നമ്പറിംഗ് സിസ്റ്റം പോകേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 4, 5, 6, ഇവിടെ 4, 5, 6, അതായത് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് കിട്ടും, താഴത്തോട്ട് പോകുമ്പോൾ ഡബിൾ ബോണ്ട് കിട്ടും. ഒരേ നമ്പറിംഗിലാണ് വരുന്നത്, ഒരേ ലോക്ക് ആൻഡ് പൊസിഷനിലാണ് വരുന്നത്. ലോവസ്റ്റ് നമ്പർ ട്രിപ്പിൾ ബോണ്ടിനും സെയിം, ഡബിൾ ബോണ്ടിനും സെയിം. അങ്ങനെ വരുന്ന സമയത്ത് IUPAC പറയുന്ന കാര്യം ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യുക. ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ട് വിൻ ചെയ്യും. അപ്പോൾ 4, 5, 6 ഇതാണ് നമ്പറിംഗ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 5ലാണ് വരേണ്ടത്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ 5ൽ വരുന്നത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ്. ഇനി അത് R ആണോ S ആണോ എന്ന് നമുക്ക് നോക്കണം. You have to check whether the compound is R or S. ഇത് ക്ലിയർ ആയോ? ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നമ്പറിംഗ് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ നമ്പറിംഗ്? ഓക്കെ, ഇനി നമ്മൾ R ആണോ S ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോ ഞാനിത് മാറ്റുന്നുണ്ട്. അഗൈൻ RS നോക്കുകയാണ്. അപ്പൊ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കൈരാൽ കാർബൺ ആറ്റം. സോ ഫസ്റ്റ് വിൽ ബി, ഇവിടെ എന്തൊക്കെയാ നോക്കേണ്ടത് നമുക്ക്. അപ്പൊ എന്തായാലും ഹൈഡ്രജൻ 4 ആയിരിക്കും. സോ ഹിയർ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ. ഹിയർ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ. ഹിയർ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ. ഓക്കെ, അപ്പോ ഒരേപോലെയാണ് പ്രയോറിറ്റി വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ആളെ നോക്കണം. അപ്പൊ ഞാൻ ഇവരെ മാറ്റിയാണ് നെക്സ്റ്റ് മെമ്പർ. അപ്പൊ നെക്സ്റ്റ് മെമ്പർ ഈ കാർബൺ ആണ് അല്ലേ? അപ്പൊ ഓക്സിജൻ, ഓക്സിജൻ, ഓക്സിജൻ. ഇവിടെ ആരാ വരുന്നത്? ഹൈഡ്രജൻ, കാർബൺ, കാർബൺ. ഇവിടെ വരുന്നത് കാർബൺ, കാർബൺ, കാർബൺ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്പറിംഗ് സിസ്റ്റം അനുസരിച്ച് ഇത് 1 വരും, ഇത് 2 വരും, ഇത് 3 വരും, ഇത് 4 വരും. 1, 2, 3, 4 ആന്റി ക്ലോക്ക് വൈസ് ആണ്, S ആണ്. 4th പ്രയോറിറ്റി ബോട്ടം ഫേസിലാണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? S ആയിരിക്കും അല്ലേ? ജസ്റ്റ് നമ്മൾ നമ്പറിംഗ് കൊടുത്തു, പ്രയോറിറ്റി നോക്കി. 4th എപ്പോഴും എവിടെ വരണം? ബോട്ടം ഫേസിൽ വന്നിരിക്കണം. ബോട്ടം ഫേസിൽ വന്നില്ലെങ്കിൽ പ്രയോറിറ്റി മാറും. നമുക്ക് നോക്കാം ഇനി വരുന്ന എക്സാമുകളിൽ. ഇത് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ IUPAC കൂടി കണക്ട് ചെയ്ത കാരണം ഞാനിവിടെ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ജസ്റ്റ് നമ്പർ ചെയ്തു. നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൈസിന് ഒന്നല്ല പ്രാധാന്യം, ആറ്റോമിക് നമ്പർ കൂടുതൽ ഏതിനാണോ അതിനാണ് നമ്പറിംഗ് കൊടുക്കേണ്ടത്. സെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ നമ്പർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, HHC, HHC, HHC അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തയിലേക്ക് പോവാ, നെക്സ്റ്റ് നൈബറിലോട്ട് പോവാ. ഓക്കെ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി.
നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ആ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ഞാൻ അയച്ചു തരാം. അപ്പൊ നിങ്ങൾക്കത് സംശയം ചോദിക്കാം കേട്ടോ. മിഥുൻ സാറിന് അയച്ചു കൊടുക്കുന്നുണ്ട്, അപ്പൊ സാർ അത് നിങ്ങൾക്ക് തരും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among A to C, the aromatic compounds are. ഇതിൽ ഏതാണ് aromatic compounds? A to C യിലെ aromatic compounds. സോ എല്ലാം 10 കാർബൺ ആറ്റംസ് ഉള്ള റിങ്ങുകളാണ്. മൂന്നാമത്തെ നാഫ്തലീൻ ആണ്. നാഫ്തലീൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അരോമാറ്റിക് ആണോ എന്നുള്ളത്. സോ നാഫ്തലീൻ എന്തായാലും അരോമാറ്റിക് ആണ്. സി എന്തായാലും അരോമാറ്റിക് ആണ്. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, കാരണം അവിടെ സി ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് എയും ബിയും ആണ്. എ എന്ന് പറയുന്നത് 10 അനുലിൻ ആണ്. എനെ ശ്രദ്ധിക്കണം. എ എന്ന് പറയുന്നത് എന്താ? 10 അനുലിൻ സിസ്റ്റം ആണ്. 10 അനുലിൻ സിസ്റ്റം എന്ന് പറയുന്നത് അരോമാറ്റിക് അല്ല. 10 അനുലിൻ ഈസ് നോട്ട് അരോമാറ്റിക്. 10 അനുലിൻ അരോമാറ്റിക് അല്ല. എന്തുകൊണ്ട് 10 അനുലിൻ അരോമാറ്റിക് ആവാത്തതിന് കാരണം ബിക്കോസ് ഓഫ് ദ റിപ്പൽഷൻ, അല്ലേ? അതായത് ഈ രണ്ട് കാർബൺ ആറ്റം ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലോസ് ആണ്. ഏത് കാർബൺ ആറ്റംസ്? ഈ കാർബൺ ആറ്റംസ്. ഈ കാർബൺ ആറ്റവും ഈ കാർബൺ ആറ്റവും വെരി ക്ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈഡ്രജൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാക്കും? റിപ്പൽഷൻ ഉണ്ടാക്കും. ഇന്റർ റിപ്പൽഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇവിടെ റിപ്പൽഷൻ ഫാക്ടർ വരുമ്പോൾ ഇതിന്റെ പ്ലാനാരിറ്റി നഷ്ടപ്പെടും. ഇത് ശരിക്കും എന്തായി മാറും? നോൺ പ്ലാനാർ ആയിട്ട് മാറും. നോൺ പ്ലാനാർ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് കിട്ടില്ല? അരോമാറ്റിസിറ്റി കിട്ടില്ല. ഈ കണ്ടീഷൻ റിമൂവ് ചെയ്തതാണ് ബിയിലെ. അതായത് ആ രണ്ട് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തൊരു ബ്രിഡ്ജ് കൊണ്ടുവന്നു. ബ്രിഡ്ജ് കൊണ്ടുവരും വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് പ്ലാനാരിറ്റി കിട്ടുകയാണ്. റിപ്പൽഷൻ ഫാക്ടർ അവിടെ ഇല്ല. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? ബിയും സിയും ആയിരിക്കും. ആൻസർ വിൽ ബി ബി ആൻഡ് സി. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. Next question. Okay, with respect to electrophilic aromatic substitution, the order of reactivity is. റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഇൻഡോള്, പൈറോള്, പിരിഡീൻ, പൈറോള്, പിരിഡീൻ, ഇൻഡോൾ, പൈറോൾ, ഇൻഡോൾ, പിരിഡീൻ, ഇൻഡോൾ, പിരിഡീൻ, പൈറോൾ. പി വൈ പിരിഡീൻ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടത്? അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അല്ലേ? അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈൽ ആണ്. ഈ ന്യൂക്ലിയോഫൈലോട്ട് ആരാ വരുന്നത്? ഇലക്ട്രോഫൈൽ ആണ്. അപ്പൊ ഈ ന്യൂക്ലിയോഫൈല് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് റിയാക്ടിവിറ്റി കൂടുന്നത്, അല്ലേ? ഈ ന്യൂക്ലിയോഫൈൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യുന്നു അത്രത്തോളമാണ് ഇതിന്റെ റിയാക്ടിവിറ്റി കൂടുന്നത്. അതാണ് ബേസിക് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ട്രക്ചറുകൾ നോക്കണം, വേണ്ടേ? അതായത് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യോ? വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യോ? ഹലോ, വീഡിയോ ക്ലോസ് ചെയ്യോ? ഓക്കെ, ഇതാ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ക്ലോസ് ചെയ്യാൻ പറഞ്ഞേ. അപ്പോ ഇവിടെ നോക്കി, പൈറോള്, ഇതാണ് പൈറോള്, ഇതാണ് പൈറോള്. പിരിഡീൻ, ദിസ് ഈസ് ദ പിരിഡീൻ, ദിസ് ഈസ് ദ പിരിഡീൻ. ഇൻഡോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇൻഡോള്.
നിങ്ങളൊന്നാ നോക്കിയേ. 3 പേര്. ആരാ വരണത്? ഒരു ഇലക്ട്രോഫൈൽ NO2+ ആണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു ഇലക്ട്രോഫൈൽ വരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും സ്ലോ ആരായിരിക്കും? ഏറ്റവും സ്ലോ പിരിഡീൻ ആയിരിക്കും. എന്തുകൊണ്ട് പിരിഡീൻ ഏറ്റവും സ്ലോ ആവാൻ കാരണം? അതായത് ആ റിങ്ങിൽ തന്നെ നൈട്രജൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും പൈറോളിലും ഉണ്ട് ഇൻഡോളിലും ഉണ്ടല്ലോ റിങ്ങില് നൈട്രജൻ. എന്താണ് പിരിഡിൻ ലീസ്റ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ പൈറോളിലും ഇൻഡോളിലും നൈട്രജൻ അതിനെ എന്ത് ചെയ്യാണ്? സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞു നൈട്രജൻ എന്താ ചെയ്യുന്നത്? അതിനെ സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുന്നത് അരോമാറ്റിസിറ്റി കൊടുത്തിട്ട് അല്ലെ? നൈട്രജന്റെ ലോൺ പെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് പൈറോളും ഇൻഡോളും അരോമാറ്റിക് ആവുള്ളൂ. പക്ഷെ പിരിഡീനിൽ നൈട്രജന്റെ ആവശ്യം അവിടെ ഇല്ല. നൈട്രജന്റെ ലോൺ പെയറിന്റെ ആവശ്യം അവിടെ ഇല്ല. ലോൺ പെയർ sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ്. ഓൾറെഡി അവിടെ 3 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നൈട്രജൻ ആ റിങ്ങുമ്പോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ആ ഡീലോക്കലൈസേഷൻ അവൻ എന്ത് ചെയ്യും? അരോമാറ്റിസിറ്റി അവിടെ ഉണ്ട്. പക്ഷെ ആ എന്താ പറയുന്ന ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ പിരിഡീന് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പിരിഡീൻ നിങ്ങൾ നോക്കിക്കോ, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് പിരിഡീൻ എന്തായിരിക്കും? ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പൈറോളും പിരിഡീനും തമ്മിൽ ഏതാണ് മോർ അരോമാറ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, പിരിഡീൻ തന്നെയാണ് മോർ അരോമാറ്റിക് എന്ന് പറഞ്ഞു. കാരണം 6 കാർബൺ ആറ്റത്തില് 6 ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ ആണ് പിരിഡീനിലുള്ളത്. പക്ഷെ പൈറോളിലെ 6 ഇലക്ട്രോൺസിന്റെ ഡീലോക്കലൈസേഷൻ 5 ആറ്റത്തിലാണുള്ളത്. അതിന്റെ ഒരു പ്രോബ്ലം ആർക്കുണ്ട്? പൈറോളിനുണ്ട്. പക്ഷേ പിരിഡീൻ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്താണ്? ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ശരിക്കും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ പിരിഡീൻ പൈറോളിനേക്കാളും സ്റ്റേബിൾ ആണ്. അങ്ങനെ നമുക്ക് ആലോചിക്കാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പൊ ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് പിരിഡീൻ ആണെന്ന് ഒരു കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉത്തരമായി. ഇതിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ബേസിക്, അതായത് GOC എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെങ്കിൽ പോലും അത് ബേസ് ആണ്. മനസ്സിലാവുന്നുണ്ട്? ബേസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് GOC അരോമാറ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിന്റെ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലോട്ട് വരാൻ പറ്റും. ചിലപ്പോൾ നമുക്കൊരു ലക്ക് കിട്ടും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഡീറ്റെയിൽ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിലോട്ട് വരാനായിട്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കി ഓപ്ഷൻ എയിൽ മാത്രം അല്ല, ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും പിരിഡീൻ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഞാൻ കട്ട് ചെയ്യാണ്, ഓപ്ഷൻ ഡി ഞാൻ കട്ട് ചെയ്യാണ്, എയും സിയും ആണ്. ഇനി നമുക്കപ്പോ ബാക്കി രണ്ടുപേരെ അറിയണം. പൈറോൾ ആയിരിക്കും മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് NO2+, ഇൻഡോൾ ആയിരിക്കും മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് NO2+. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, ഇതിൽ ആരായിരിക്കും മോർ റിയാക്റ്റീവ്? പൈറോളിലെ അരോമാറ്റിസിറ്റി 5 മെമ്പർ റിംഗ് മാത്രം എൻജോയ് ചെയ്യുമ്പോൾ ഇൻഡോളിലെ അരോമാറ്റിസിറ്റി 5 മെമ്പർ റിംഗിന് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് ബേസിക് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൈറോളിലെ ആ അരോമാറ്റിസിറ്റി ആ 5 മെമ്പർ റിംഗിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? കാരണം വേറെ ആരും ഇല്ല കോമ്പീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇൻഡോളിൽ അങ്ങനെയല്ല. ഇൻഡോളിൽ എന്താ പ്രത്യേകത? ഇവിടെ ഈ ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ബെൻസീനിനും പൈറോളിനും ഒരേപോലെ അവകാശപ്പെട്ടാൽ മാത്രമാണ് രണ്ടുപേർക്കും അരോമാറ്റിസിറ്റി കിട്ടുള്ളൂ. പക്ഷെ നോർമലി ബെൻസീൻ ചെയ്യുന്ന കാര്യം അതിന് വിട്ടുകൊടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബെൻസീൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ ഇങ്ങനെ നിൽക്കും, ഇവൻ സ്റ്റേബിൾ ആയിട്ട് മാക്സിമം നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? മറ്റേത് അരോമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അരോമാറ്റിക് ആണ് കേട്ടോ. ഞാനത് പറയുന്നത് നിങ്ങളത് ജസ്റ്റ് ലോജിക് ഒന്ന് ആലോചിക്കുക. ബെൻസീൻ വിട്ടുകൊടുക്കാനായിട്ട് കുറച്ച് ഇങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട് മറ്റേ റിങ്ങിന്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഈ ഡബിൾ ബോണ്ട് വെച്ച് നോക്കുമ്പോൾ മോർ റിയാക്റ്റീവ് ആയിരിക്കും. ഈ ഡബിൾ ബോണ്ട് എന്തായിരിക്കും? മോർ റിയാക്റ്റീവ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? പൈറോളും ഇൻഡോളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആരായിരിക്കും മോർ റിയാക്റ്റീവ്? പൈറോൾ ആയിരിക്കും, ഇൻഡോൾ ആയിരിക്കും? ഇൻഡോൾ വിൽ ബി മോർ റിയാക്റ്റീവ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ അല്ലേ? അതിന് കാരണം എന്താ? പൈറോൾ വിൽ ബി മോർ അരോമാറ്റിക്. പൈറോൾ ആയിരിക്കും ഇൻഡോളിനേക്കാൾ മോർ അരോമാറ്റിക്. ശരിയല്ലേ? യെസ് ഓർ നോ? ഇത് പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിന്റെ അകത്ത്. ഓക്കെ. സോ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോള്, പൈറോള്, പിരിഡീൻ. ഇതില് ശരി GOCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓർഗാനിക് കെമിസ്ട്രി ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാൻ ശ്രമിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കാൻ ശ്രമിക്കുക. എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും ഗൈഡിൽ കാണുന്നതോ അതല്ലെങ്കിൽ നിങ്ങൾ PYQs നിങ്ങൾ മേടിച്ചിട്ട് അത് ബൈഹാർട്ട് പഠിച്ച് പോവാന്ന് വിചാരിക്കരുത്. അത് പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് മാറ്റി തരാനായിട്ട് പറ്റും.
അത്രയ്ക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്ഷൻസ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഈ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഈ പൈറോള് ഇൻഡോളിനേക്കാളും മോർ അരോമാറ്റിക് ആവാനുള്ള കാരണം? അല്ലെ, ബെൻസീനും നാഫ്തലീനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് മോർ അരോമാറ്റിക്? ബെൻസീൻ ആണ് മോർ അരോമാറ്റിക് അല്ലേ? ബെൻസീൻ ഈസ് മോർ അരോമാറ്റിക്. അതേപോലെ തന്നെയാണ് ഇതും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The IUPAC name of the compound given below. IUP. അപ്പൊ ഞാൻ പറഞ്ഞു IUPAC നെയിം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഇതിൽ ഏതാണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നുള്ളത്? എസ്റ്റർ ആണ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എസ്റ്ററും ഉണ്ട് കീറ്റോണും ഉണ്ട്. അപ്പൊ പ്രയോറിറ്റി ഓർഡർ ഒക്കെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും എസ്റ്റർ ഈസ് ദ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് എസ്റ്ററിന്റെ പേരിൽ അറിയണം. കോമ്പൗണ്ട് എസ്റ്ററിന്റെ പേരിൽ അറിയണം. ഇനി നിങ്ങൾ RNS മാത്രം ചെയ്താൽ മതി പോരെ, കാരണം എയും ബിയിലും വ്യത്യാസം RNS മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ പേര് നോക്കി എന്താ പറയുന്നത്, അതിന്റെ ഭംഗി നോക്കിയിരിക്കേണ്ട, RNS ചെയ്യുക. അപ്പൊ RNS ചെയ്യുന്ന സമയത്ത് ദിസ് വിൽ ബി 1, this will be 2, this will be 3, this will be 4. 1 2 3 4 ആന്റി ക്ലോക്ക് വൈസ് ആണ്. S ആണ് ഫോർത്ത് ബോട്ടത്തിലാണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ജസ്റ്റ് ആറ്റോമിക് നമ്പർ അനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിത് മോഡൽ കണ്ടോ, ഒരേപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ, പക്ഷെ ക്വസ്റ്റ്യൻ മാറ്റി അവർ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ആസിഡിറ്റി ഓഫ് ദ കോമ്പൗണ്ട്. ദ കറക്റ്റ് ഓർഡർ ഓഫ് ആസിഡിറ്റി ഓഫ് ദ കോമ്പൗണ്ട്. 3 എണ്ണം ഞാൻ പറഞ്ഞിരുന്നു. അസിഡിക് സ്ട്രെങ്ത്തിന്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റ് ബേസ് ആണ് വരുന്നത്. ആ കോഞ്ചുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആവുന്നോ അത്രത്തോളം അതെന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും. 3 എണ്ണം നോക്കുക. അരോമാറ്റിസിറ്റി ആദ്യം ഉണ്ടോ നോക്കുക. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം അരോമാറ്റിസിറ്റി ഉണ്ടോ എന്നാണ്. അപ്പൊ അതിൽ സി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് അരോമാറ്റിക് ആണ്. സി ഈസ് അരോമാറ്റിക്. ഇത് അതിന്റെ പേരെന്ന് പറയുന്നത് സ്ക്വയറിക് ആസിഡ് എന്നാണ്. സ്ക്വയറിക് ആസിഡ്. സോ OH ആണ്. ഒന്നാമത് OH ആണ്. OH H+ പോയി കഴിഞ്ഞാൽ O- വരും. അപ്പോ O- വന്ന് നിങ്ങൾ ആ കോമ്പൗണ്ടിന് 4 മെമ്പർ റിംഗ് ആണ് അവിടെ ഉള്ളത്. സോ ഇറ്റ് ഈസ് ഹൈലി അരോമാറ്റിക് ആണ്. അപ്പൊ സി അരോമാറ്റിക് ആയതുകൊണ്ട് തന്നെ സി വിൽ ബി ഹൈലി അസിഡിക്. സി വിൽ ബി ഏറ്റവും ഇതിൽ ഇപ്പൊ ഈ 3 എണ്ണത്തിൽ ഏറ്റവും അസിഡിക് എന്ന് പറയുന്നത് സി ആണ്. ഉത്തരായി. ആൻസർ CAB. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലക്ക് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എയും ബിയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. എന്തുകൊണ്ടാണ് എ ബിയേക്കാളും അരോമാറ്റിക് ആവാൻ കാരണം? ആസിഡിക് ആവാൻ കാരണം? വൈ? അപ്പോ എന്താ അവർ തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് എ ബിയേക്കാളും അസിഡിക് ആയത്? അപ്പൊ അവർ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെ ഇങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് വരുന്നത് അല്ലേ? ഇനി ബിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 മെമ്പർ റിങ്ങിലെ ഒരു ബെൻസീൻ റിങ് അപ്പുറത്ത് അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബെൻസീൻ റിങ് അവരപ്പുറത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് 5 മെമ്പർ റിങ്ങിൽ അല്ലേ? അപ്പൊ ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, ദിസ് വൺ ആൻഡ് ദിസ് വൺ. അപ്പൊ ഇവിടെ ഈ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യണത് ഇങ്ങനെയാണ്. കാർബോണിൽ ഗ്രൂപ്പ് ആ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു ഈ രീതിയിൽ. ഇവിടെയും അതേപോലെ തന്നെ ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് കാണാം. പിന്നെ എന്തുകൊണ്ട് എ കയറി? ഒരു ഡീസ്റ്റെബിലൈസേഷൻ ഫാക്ടർ ഇവിടെ ഉണ്ട്. കാരണം ഡബിൾ ബോണ്ടും എന്ത് സംഭവിക്കും? കാർബോണിലും തമ്മിൽ റെസണൻസ് വരും. അപ്പൊ ഒരു ക്രോസ് റെസണൻസ് വരും. ഒരു റെസണൻസ് ഇങ്ങോട്ട് വരുമ്പോൾ റെസണൻസ് ഇങ്ങോട്ട്. അപ്പൊ ഇത് സ്റ്റെബിലൈസ് ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് അസിഡിക് സ്ട്രെങ്ത് വരുള്ളൂ. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇത് ഡീസ്റ്റെബിലൈസ് ചെയ്യും. ക്ലിയർ? അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? എ ബിയേക്കാളും ആസിഡിക് ആവാനുള്ള കാരണം. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാണേ.
Okay, next question. Again, IUPAC name of the compound. IUPAC. അപ്പൊ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാന്ന് നോക്കുക. മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് ആണ്. OH ഒരു ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. OH is not a terminal functional group. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും നമ്പർ ചെയ്തിട്ട് OH മിനിമം കിട്ടുന്നത് നോക്കണം. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നമുക്ക് പെട്ടെന്ന് സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം OH എവിടെ നിന്നാണ് മിനിമം കിട്ടുള്ളൂ. ഇവിടെ നിന്ന് കിട്ടുള്ളൂ. 1 2 3 4 5 6 7. ഹെപ്റ്റാണ് 2 OH വരണം, 3 ഡബിൾ ബോണ്ട് വരണം. അപ്പോ അതൊക്കെ എല്ലാത്തിലും കറക്റ്റ് ആണ്. 7 ഫിനൈൽ ഹെപ്റ്റ് 3 ഈൻ 2 ഓൾ. ഓക്കെ, അത് വെറുതെ സമയം കളഞ്ഞു അങ്ങനെ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അറിയേണ്ടത് RSഉം EZഉം ആണ്. ട്രാൻസാൽക്കീൻ ആണ്. കാണുമ്പോൾ അറിയാം 2 ഹൈഡ്രജൻ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കട്ട് ചെയ്യാം. ഇനി RS കണ്ടുപിടിക്കണം. RS കണ്ടുപിടിച്ചൂടെ? RS എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ പ്രയോറിറ്റി ഓക്സിജന് പോവും അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി ഓക്സിജന് പോവും, സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ പോവും, തേർഡ് പ്രയോറിറ്റി ഇവിടെ പോവും. 1 2 3. 1 2 3യുടെ ഓറിയന്റേഷൻ എന്താ? 6 ആണ്. പക്ഷേ ഫോർത്ത് പ്രയോറിറ്റി ഇവിടെ ടോപ്പ് ഫേസിലാണ്. കാരണം OH ബോട്ടം ഫേസിലായതുകൊണ്ട് ഹൈഡ്രജൻ അവിടെ കാണാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർത്ത് പ്രയോറിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ഫേസിലാണ്. ഫോർത്ത് പ്രയോറിറ്റി ഹൈഡ്രജൻ ഈസ് ഇൻ ടോപ്പ് ഫേസ്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എന്ത് കോൺഫിഗറേഷൻ ആണോ കിട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. 6 ആണ് കിട്ടിയെങ്കിൽ എസ്, കാരണം ഫോർത്ത് ബോട്ടം ഫേസിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും R&S ചെയ്യേണ്ടത്. അതായത് നമുക്ക് കിട്ടത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് നമുക്ക് ഒരു എക്സ്ചേഞ്ച് നടത്തിയാൽ മതി, ഓഡ് എക്സ്ചേഞ്ച് നടത്തിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 6 ആണ് കിട്ടുന്നതെങ്കിൽ എസ് ആയിരിക്കും വരിക. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? 2s3. ദിസ് ഈസ് ദ ആൻസർ, 2s3e. ഓക്കെ ആണോ? ഇപ്പൊ ഇതേ ചോദ്യം OH ടോപ്പ് ഫേസിലായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ കിടക്കട്ടെ. ഇത് ടോപ്പ് ഫേസിലായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ R&S ചെയ്യുന്ന സമയത്ത് 1 2 3 ബോട്ടം ഫേസ് അവിടെയാണ് ഹൈഡ്രജൻ അവിടെ ഉള്ളത്. 4 ഇങ്ങോട്ട് പോകും. 1 2 3 ഓറിയന്റേഷൻ R, വേറെ ഒന്നും ചെയ്യണ്ട. That will be R. കാരണം ഫോർത്ത് ബോട്ടം ഫേസിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Okay. Next question. Among the following compounds, the one which has the highest dipole moment. ഏതിനാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ? അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഡൈപോൾ മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൈപോൾ മൊമെന്റ്. ഇപ്പൊ ഡൈപോൾ മൊമെന്റ് പ്രത്യേകത എന്താ? ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ്, E ഇൻറ്റു ഡി അല്ലെങ്കിൽ Q ഇൻറ്റു ഡി. പൊളാരിറ്റി വേണം. എന്ത് വേണം? പൊളാരിറ്റി. പൊളാരിറ്റി എന്ന് പറയുമ്പോൾ ഡൈപോൾ ആയിട്ട് നിൽക്കണം. ഡൈപോൾ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞൊരു പ്ലസും ഒരു മൈനസും ആയിട്ട് അവൻ നിൽക്കണം. വേണ്ടേ? നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ഇത് അരോമാറ്റിസിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഈസ് കണക്റ്റഡ് ടു അരോമാറ്റിസിറ്റി. അപ്പോ ഇവിടെ ആദ്യത്തെ റിങ് ഒരിക്കലും പ്ലസും മൈനസും ആയിട്ട് നിൽക്കില്ല, കാരണം 2 റിങ്ങും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് അത് നോൺ അരോമാറ്റിക് ആണ്. രണ്ടാമത്തെ റിങ് 5ഉം 7ഉം ആണ്. അപ്പൊ 5 അരോമാറ്റിക് ആകുന്നത് എപ്പോഴാണ്? 5 അരോമാറ്റിക് ആകുന്നത് നെഗറ്റീവ് ചാർജ് വരുമ്പോഴാണ് അല്ലേ? നെഗറ്റീവ് ചാർജ് വരുമ്പോഴാണ്. 7 അരോമാറ്റിക് ആവുന്നത് പോസിറ്റീവ് ചാർജ് വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഈസി ആയിട്ട് നിൽക്കും. സോ ഇത് അരോമാറ്റിക് ആണ്. ബി എന്ന് പറയുന്നത് അരോമാറ്റിക് ആണ്. സി നോൺ അരോമാറ്റിക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? സി നോൺ അരോമാറ്റിക് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം 3 മെമ്പേർഡ് റിംഗ് അരോമാറ്റിക് ആവണമെങ്കിൽ പ്ലസ് വരണം, 7 മെമ്പേർഡ് റിംഗ് അരോമാറ്റിക് ആവണമെങ്കിലും പ്ലസ് വരണം. ഒന്നെങ്കിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആയിട്ടായിരിക്കും റെസണൻസ് വർക്ക് ചെയ്യുക, പോളറൈസേഷൻ വർക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അവര് ആ ഡബിൾ ബോണ്ട് പോളറൈസ് ചെയ്യില്ല, ബി പോലെ പോളറൈസ് ചെയ്യില്ല. അപ്പോൾ നോൺ അരോമാറ്റിക് ആയിരിക്കും.
ഡിയുടെ കേസിൽ ഇതുപോലെ തന്നെ ഈ റിംഗ് ഉള്ള കാരണം റിംഗ് നെഗറ്റീവ് ആവണം. അപ്പൊ റിംഗ് നെഗറ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവൻ പോസിറ്റീവ് ആവണം. അപ്പൊ ഇത് അരോമാറ്റിക് ആണ്, പക്ഷെ ഇത് നോൺ അരോമാറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിയുടെ അത്രയ്ക്കും പവറിൽ ഡിക്ക് നിൽക്കാൻ പറ്റില്ല. ബി ആയിരിക്കും നല്ല, കാരണം ബിയിൽ ഈ റിംഗും അരോമാറ്റിക് ആണ്, ഈ റിംഗും അരോമാറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെന്റ് കൂടുതൽ ആർക്കായിരിക്കും? ബിക്ക് ആയിരിക്കും. ക്ലിയർ ആണോ? ഡൈപോൾ മൊമെന്റ് കൂടുതൽ ബിക്ക് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിം ടൈപ്പ്. സെയിം ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം കാണുമ്പോൾ ഒരു പക്ഷേ അതിന്റെ അപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട്. എമോങ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിച്ച് ഹാസ് ദ ലോവസ്റ്റ് എനർജി ബാരിയർ ഫോർ ദ സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ. ഇതാണ് ചോദ്യം. ലോവസ്റ്റ് എനർജി ബാരിയർ ഫോർ സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ എന്നുള്ളതാണ് ലോവസ്റ്റ് എനർജി ബാരിയർ ഫോർ. അതായത് നിങ്ങൾക്കറിയാം, ഒരു കോമ്പൗണ്ട് സിസ് സ്ട്രക്ചറിൽ നിന്ന് ട്രാൻസ് സ്ട്രക്ചറിലോട്ട് പോണത് ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ? ഒരു കോമ്പൗണ്ട് സിസിൽ നിന്ന് ട്രാൻസിലോട്ട് പോകുന്നത് ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്ന് പറഞ്ഞു നിങ്ങൾ. സിസിൽ നിന്ന് ട്രാൻസിലോട്ട് പോകുന്നത് ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ? എളുപ്പമാണോ സിസിൽ നിന്ന് ട്രാൻസിലോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ? എനർജി വളരെ കൂടുതൽ വേണ്ടേ? എനർജി കൂടുതൽ വേണം, എനർജി കൂടുതൽ വേണം വേണ്ടേ? ആ സമയം ഇങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റം, ഇങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റം, ഇങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന് വളരെ ഈസി ആയിട്ട് ഈ സിസ്റ്റത്തിലോട്ട് പൊക്കൂടെ? പൊക്കൂടെ? ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് നോർമലി സിസ് ട്രാൻസ് എന്നൊന്നും നമ്മൾ പറയില്ല അല്ലെ? സിസ് ട്രാൻസ് ഒന്നും നമ്മൾ, ഇവിടെ എനർജി കുറവ് മതി, കാരണം സിംഗിൾ ബോണ്ടിലാണ് അവൻ കിടന്ന് കളിക്കുന്നത് അല്ലേ? ഇവിടെ എനർജി വളരെ കുറവ് മതി, ഇവിടെ എനർജി വളരെ കുറവ് മതി, പക്ഷെ മുകളിലെ എനർജി കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് എന്നും കോൺഫിഗറേഷണൽ ഐസോമേഴ്സ് എന്നും താഴെയുള്ള ആളുകളെ നമ്മൾ കൺഫോർമേഷണൽ ഐസോമേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ സിസിൽ നിന്ന് ട്രാൻസിലോട്ട് പോകണമെങ്കിൽ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമുണ്ട്, വേണം. അതുകൊണ്ടാണ് ഈസി അല്ല എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഈസി അല്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക. ദിസ് ക്വസ്റ്റ്യൻ ഈസ് കണക്റ്റഡ് വിത്ത് അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരായിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട്, എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട്, അതായത് ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടിൽ നിൽക്കുന്നത് ഏതിലാണോ അവിടെയല്ലേ വരാ കുറവ്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് നിൽക്കുന്നത് ഏതിലാണോ അതിലായിരിക്കും കുറവ് വരാ. സി അല്ലേ വരാ? സി അല്ലേ വരാ? 5 മെമ്പേർഡ് 7 മെമ്പേർഡ് കോമ്പിനേഷൻ എങ്ങനെ നിൽക്കുന്നേ? അവനൊരിക്കലും ഇങ്ങനെ നിൽക്കില്ല, അവനൊരിക്കലും ഇങ്ങനെ നിൽക്കില്ല. അവൻ എങ്ങനെ നിൽക്കും? അവൻ നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇവൻ മൈനസ് ആയിട്ട് നിൽക്കും, ഇവൻ പ്ലസ് ആയിട്ട് നിൽക്കും. എന്തുകൊണ്ടാ? അരോമാറ്റിക് നേച്ചർ. കാരണം രണ്ട് റിങ്ങിനും അരോമാറ്റിസിറ്റി. ഓക്കെ ആണോ? എ നോൺ അരോമാറ്റിക് ആയിട്ട് നിൽക്കും, ബി നോൺ അരോമാറ്റിക് ആയിട്ട് നിൽക്കും, ഡി നോൺ അരോമാറ്റിക് ആയിട്ട് നിൽക്കും അല്ലെ? പക്ഷെ സി എന്ന് പറയുന്നത് അരോമാറ്റിക് ആയിട്ട് നിൽക്കും. അരോമാറ്റിക് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ഡബിൾ ബോണ്ട് അങ്ങനെ ഡബിൾ ബോണ്ട് ആയിട്ട് നിൽക്കില്ല, അത് സിംഗിൾ ബോണ്ട് ആയിട്ട് നിൽക്കും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ലോവസ്റ്റ് എനർജി ബാരിയർ. അപ്പൊ ആൻസർ സി അല്ലേ? കണ്ടോ, ഒരേ പോലത്തെ ഓപ്ഷൻസ്, പക്ഷെ രണ്ട് അപ്ലിക്കേഷൻസ് അവർ ചോദിച്ചു. ഒന്ന് ഡൈപോൾ മൊമെന്റ് ചോദിച്ചു, രണ്ടാമത്തത് ജോമെട്രിക്കൽ ഐസോമറൈസ് ആയിട്ട് കണക്ട് ചെയ്ത് ചോദിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. 1 മിനിറ്റ് സമയം തരാം. 1 മിനിറ്റ് തരുള്ളൂ. എത്രയും പെട്ടെന്ന് ഉത്തരത്തിലോട്ട് വരാം. വേഗം ഒന്ന് ചെയ്തേ. സോറി. ഇപ്പൊ നമ്മൾ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ പോരും. വേഗം. OH ക്ലോറിൻ. അപ്പൊ OHന് പ്രിഫറൻസ് കിട്ടണം. OH ഒരു ടെർമിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല. അപ്പൊ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നോക്കണം. 2 OH ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നോക്കണം. 2 OHന്റെ പൊസിഷൻ സെയിം ആണെങ്കിൽ അടുത്ത ആൾക്ക് പ്രിഫറൻസ് കൊടുക്കുക. ഡബിൾ ബോണ്ടിന് മിനിമം കിട്ടണം. ഡബിൾ ബോണ്ടും സെയിം വന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂവന്റിന് മിനിമം കിട്ടണം. ആ ഒരു ഓർഡർ ഉണ്ട് അതിന് IUPACയിൽ. ഓക്കെ, 1 മിനിറ്റ് കൊണ്ട് എത്തുന്നൊന്നുമില്ല അല്ലേ? കാരണം ഇയും സെഡും ഉണ്ട്. ഓക്കെ, 2 മിനിറ്റ്. നോക്കിയാ നിങ്ങൾ പൊസിഷൻസ് ഒക്കെ നോക്കിയാ? എനിക്ക് തോന്നുന്നത് OHന്റെ പൊസിഷൻ സെയിം അല്ലേ? 1 2 3 4 5 6 1 2 3 4 5 6. OH സെയിം ആണ്. ഡബിൾ ബോണ്ടോ 1 2 3 4 5 6 1 2 3 4 5 6. ഡബിൾ ബോണ്ടും സെയിം ആണ്. അപ്പൊ ക്ലോറിൻ മിനിമം കിട്ടണം. 1 2 3. ക്ലോറിന് മിനിമം കിട്ടണം എന്തായാലും. ഇപ്പൊ 3 ക്ലോറോ ആണ് വരാം. അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും പോയി. ഇനി ഈ സെഡ് നോക്കിയാൽ മതി. അതില് 4 എന്തായാലും ഇ ആയിരിക്കും. നോക്കണ്ട, എയിലും ബിയിലും 4 ഇ ആണ്. ഇനി അത് തപ്പണ്ട. ആദ്യത്തെ മാത്രം നോക്കിയാൽ മതി, ഫസ്റ്റത്തെ മാത്രം. അപ്പൊ ക്ലോറിൻ 1, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2. സെഡ് ഓപ്ഷൻ ബി. സെഡ് ആണ് കിട്ടുക അല്ലേ? ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡർ ഓഫ് ബേസിസിറ്റി. ഇപ്പൊ പുതിയൊരു ടേം എത്തി അല്ലേ? നമ്മൾ ഇതുവരെ കണ്ട ചോദ്യങ്ങളിൽ ഓർഡർ ഓഫ് ബേസിസിറ്റി. ഓർഡർ ഓഫ് ബേസിസിറ്റി. ഓർഡർ ഓഫ് ബേസിസിറ്റി. എന്താണ് ബേസിസിറ്റി എന്ന് പറഞ്ഞത്? ബേസിസിറ്റി മീൻസ് ബേസിക് സ്ട്രെങ്ത്. എന്താണ് ബേസിക് സ്ട്രെങ്ത്? ബേസ് നിങ്ങൾക്ക് അറിയാലോ. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അറ്റാക്ക് ചെയ്യണം? H+നെ അറ്റാക്ക് ചെയ്യണം. അതായത് H+ന് ഇലക്ട്രോണിനെ കൊടുക്കണം. അതാണ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എബിലിറ്റി ടു ഗീവ് ഇലക്ട്രോൺസ് ടു ആസിഡ് അല്ലെ? എബിലിറ്റി ടു അട്രാക്ട് പ്രോട്ടോൺ. ഇതൊക്കെയാണ് ബേസിന്റെ ഡെഫിനിഷൻ, ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് O- ഇവിടെ കിടന്ന് കളിക്കുന്നത്. O-. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതൊരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ് ശരിക്കും പറഞ്ഞ. സോ ലീസ്റ്റ് ബേസ് എന്തായിരിക്കും? മോർ ആസിഡിക് ആയിരിക്കും. ഇഫ് ദേ ഡിഫർ ബൈ അല്ലേ? ഇഫ് ദേ ഡിഫർ ബൈ H+ അല്ലേ? അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പണി ചെയ്യാം. എല്ലാത്തിലും H+ന് ഇട്ട് കൊടുത്തേ ചുമ്മാ. നമുക്ക് ആദ്യം അത് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ O- എല്ലാം അവിടെ നിന്ന് മാച്ച് ഞാൻ അവിടെ എല്ലാത്തിനും ഒരു H ഇട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, H. ഓർത്തോനൈട്രോഫീനോൾ, മെറ്റാനൈട്രോഫീനോൾ, പാരാനൈട്രോഫീനോൾ. ഇതിൽ എന്തായാലും മെറ്റാനൈട്രോഫീനോൾ ആയിരിക്കും ലീസ്റ്റ് അസിഡിക്. ശരിയല്ലേ? മെറ്റാനൈട്രോഫീനോൾ ആണ് ലീസ്റ്റ് അസിഡിക്. ആർക്കെങ്കിലും സംശയമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്? കാരണം മറ്റേത് ഓർത്തോ പാരാ ഗ്രൂപ്പുകളല്ലേ, NO2 ഗ്രൂപ്പുകൾ. മറ്റേല് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമല്ലേ വർക്ക് ആവുള്ളൂ. ഓർത്തോയിലും പാരയിലും റെസണൻസ് ഇഫക്റ്റ് വർക്ക് ആവും.
അപ്പൊ മെറ്റാനൈട്രോഫീനോൾ ലീസ്റ്റ് അസിഡിക് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ബേസ്, ഇതിന്റെ ബേസ്, ദിസ് വൺ വിൽ ബി മോസ്റ്റ് ബേസിക്. ഇത് മോസ്റ്റ് ബേസിക് ആയിരിക്കും. ദാറ്റ് മീൻസ് 2നെ ആദ്യം പിടിക്കണം. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. അടുത്ത അസിഡിക് സ്ട്രെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ആണോ 3 ആണോ അസിഡിക്? അസിഡിക് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇനി തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ശരിക്കും നമുക്കത് നോക്കാം. പക്ഷെ ഈ ഒരു കേസ് വരുമ്പോൾ അതൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ശരിക്ക് 1ഉം 3യും നമ്മൾ അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ ഓർത്തോനൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് പാരാനൈട്രോഫീനോൾ ആണ് അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. ഓർത്തോ അല്ല കൂടുതൽ, പാരക്കാണ് കൂടുതൽ. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയറിന്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഓർത്തോനൈട്രോഫീനോള് പാരാനൈട്രോഫീനോളിനേക്കാളും ലീസ്റ്റ് അസിഡിക് ആയതുകൊണ്ട് എന്ത് സംഭവിക്കണം? ശരിക്കും ഓർഡർ എങ്ങനെ വരണം? ഓർഡർ വരേണ്ടത് 2 കഴിഞ്ഞ പിന്നെ 1 കഴിഞ്ഞ പിന്നെ 3. ഇതാണ് ശരിക്കും വരേണ്ട. നോർമലി നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഓർഡർ. പക്ഷെ ഇതല്ല ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആക്ച്വലി അവര് ബേസിക് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും അത് എന്താ പറയുന്ന, നോർമലി നമ്മൾ ആ ആസിഡിക് സ്ട്രെങ്ത്തിന്റെ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങളും ചെയ്യാം. ഒരു 99.9% ചെയ്യാം. ആ ഒരു 0.1% ആണ് ചെയ്യാൻ പറ്റാത്തത്. അതിനൊരു റീസൺ ഉണ്ട് ഇവിടെ. ആർക്കെങ്കിലും പറയാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡീവിയേഷൻ ഈ ക്വസ്റ്റ്യനിൽ വരാൻ കാരണം എന്നുള്ളത്? ഓക്കെ, അപ്പൊ എനിക്ക് 1ഉം 3യും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അസിഡിക് സ്ട്രെങ്ത് എടുത്ത് ചെയ്താൽ തെറ്റാൻ, പക്ഷെ 2 ഓക്കെയാണ്. പക്ഷെ 1ഉം 3യും എനിക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നോർമലി ഇലക്ട്രോണിക് ഇഫക്റ്റ് വിട്ടിട്ട് അവിടെ ഒരു ഇഫക്റ്റ് അവിടെ കയറി വന്നു. അതാണ് കാര്യം. അത് ശരിക്കും അവിടെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് മോർ അസിഡിക് ആകേണ്ടതായിരുന്നത്. 1 ആയിരുന്നു മോർ അസിഡിക്. പാരയേക്കാളും അസിഡിക് ഓർത്തോ ആണ് വരേണ്ടതായിരുന്നത്. പക്ഷെ പാര കയറി വരാനുള്ള കാരണവും നമ്മളവിടെ പറയുന്നുണ്ട്. അസിഡിക് സ്ട്രെങ്ത് എടുക്കുന്ന സമയത്ത് ഫീനോളിന്റെ ഡിസ്കഷനിൽ അവിടെ പറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീവിയേഷൻ അവൻ കാണിക്കാൻ കാരണം? റീസൺ ഹൈഡ്രജൻ ബോണ്ട് ആണ്. അവിടെ ശരിക്കും പറഞ്ഞ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വന്നത് കൊണ്ടാണ് ആ ആസിഡിക് സ്ട്രെങ്ത്തിന് ഡിഫറൻസ് വന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബേസിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എച്ച് ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓർത്തോയും NO2 പേരയും. ഓക്കെ, അപ്പൊ ആ ഹൈഡ്രജൻ ബോണ്ട് ഫാക്ടർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3, 1 വന്നത്. അതായത് 2 എന്ന് പറയുന്നത് മോർ ബേസിക്, പിന്നെ 3, പിന്നെ 1 ലീസ്റ്റ് ബേസിക് ആവാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് NO2 ഗ്രൂപ്പ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതലാണ് അല്ലേ അവിടെ മറ്റേ പാരയേക്കാളും. അതുകൊണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു. ശരിക്കും ഇങ്ങനെ കമ്പയർ ചെയ്താൽ മതി. നമുക്ക് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ വെച്ച് കമ്പയർ ചെയ്താൽ മതി. മെറ്റേനെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഓർത്തോപാരയുടെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് ഫാക്ടർ വരുന്നത് കൊണ്ട് അത് സക്സസ് ആവില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫീനോളിന്റെ ചോദ്യം അസിഡിക് സ്ട്രെങ്ത്തും, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫീനോളുകളാണ് അസിഡിക് സ്ട്രെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ, അസിഡിക് സ്ട്രെങ്ത് ആണ് അവർ ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും അസിഡിക് 3 ആണ്, പിന്നെ ഏതാണ് 1 ആണ്, പിന്നെ ഏതാണ് 2 ആണ്. ആ സമയം ചോദ്യം എന്ന് പറയുന്നത് ബേസിക് സ്ട്രെങ്ത് ആണ്. O- വെച്ചിട്ടുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 2, 3, 1 ആയിരിക്കും. നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അതങ്ങനെ ഒരു കുസൃതികൾ ചില ചോദ്യങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അവര് അതെടുത്ത് ചോദിക്കുകയും ചെയ്യും നമ്മുടെ അടുത്ത്. ഓക്കെ അല്ലേ? പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഫിനോളിക് സിസ്റ്റം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The correct order for the rate of electrophilic aromatic substitution reaction of the following compound is. The correct order of rate of, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആലോചിക്കുക, അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ 3 കോമ്പൗണ്ട് എന്തായാലും അരോമാറ്റിക് ആയിരിക്കും. അതില് ഇലക്ട്രോഫൈലിനെ ഏറ്റവും സ്ലോലി റിയാക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പിരിഡീൻ. അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, പിരിഡീൻ ആയിരിക്കും. പിരിഡീൻ വിൽ ബി ലീസ്റ്റ് റിയാക്റ്റീവ്. എന്തെങ്കിലും ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉത്തരം കിട്ടും. ലക്കുണ്ടാ? ലക്കുണ്ട് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി, പിരിഡീൻ വിൽ ബി ലീസ്റ്റ് റിയാക്റ്റീവ് അല്ലേ? പിരിഡീൻ വിൽ ബി ലീസ്റ്റ് റിയാക്റ്റീവ്. പിന്നെ ക്ലോറോബെൻസിൻ, പിന്നെ ഇൻഡോൾ അല്ലെ. 5 മെമ്പേർഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മെമ്പേർഡ് 6 മെമ്പേർഡിനേക്കാളും എന്ത് കൂടുതലായിരിക്കും? റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡോള്, പൈറോള് അതിനൊക്കെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. ക്ലോറോബെൻസിൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ് ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ആൻസർ വിൽ ബി 1, 3 ആൻഡ് 2. ഓക്കെ അല്ലേ? Okay, next question. The compound that is anti-aromatic. ഇതിൽ ഏതാണ് anti-aromatic compound? വളരെ ഈസി ആണ്, ഓപ്ഷൻ 1 ആണ് അല്ലേ? Anti-aromatic, ഓപ്ഷൻ 1. അവിടെ 4 pi electrons അല്ലേ ഉള്ളൂ? 4 pi electrons ഉള്ളൂ. So that will be anti-aromatic. Next question. The increasing order of pKa values of the circled hydrogens in the following compounds. pKa. അപ്പൊ pKa ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്തായിട്ട് ബന്ധപ്പെട്ടതാണ് pKa എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആസിഡിക് സ്ട്രെങ്ത്. അപ്പൊ ആസിഡിക് സ്ട്രെങ്ത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം pKa വാല്യൂ കുറയും അല്ലേ? കാരണം എന്താ? Ka വാല്യൂ കൂടുന്നതനുസരിച്ച് pKa കുറയും. pKa എന്ന് പറയുന്ന നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka ആയതുകൊണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും അസിഡിക് ആരാണെന്ന് നോക്കിയാൽ മതി. വിച്ച് ഈസ് മോർ അസിഡിക്. ഇതിൽ ഏതാണ് മോർ അസിഡിക് എന്നാണ് നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത്. വിച്ച് ഈസ് മോർ അസിഡിക്. അപ്പൊ ഇവിടെ ഈ സെക്കൻഡ് സ്ട്രക്ചറിൽ ഇവിടെ പ്ലസ് ആണ്. സോറി, സെക്കൻഡ് സ്ട്രക്ചറിൽ ഇവിടെ പ്ലസ്, ഡീലോക്കലൈസിങ് BF4 മൈനസ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. ആരായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് H+ വിട്ടുകൊടുക്കുക? കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് H+ വിട്ടുകൊടുക്കുന്നത് 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു H+ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ആയിട്ടുള്ള ആനയോണിന്റെ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? ആനയോണിന്റെ സ്റ്റെബിലിറ്റി. നമ്മൾ അസിഡിക് സ്ട്രെങ്ത്തിന്റെ ചോദ്യങ്ങൾ ഇപ്പോ 3ാമത്തെ ചോദ്യമാണ്, 3ഓ 4ഓ ആണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, എല്ലാത്തിനും H എടുത്ത് കളയാം. അവിടെ നിന്ന് അതിന്റെ കമ്പയർ ചെയ്താൽ മതി. എല്ലാത്തിനും H എടുത്ത് കളയാം. ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് എടുക്കുക. എന്തുണ്ടാവണേ? നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ആരായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധ്യത? 2 അല്ലേ? കാരണം ഓൾറെഡി അവിടെ അടിയിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ അല്ലേ? അടിയിൽ ഒരു പോസിറ്റീവ് ചാർജ് കിടക്കുന്ന, പോസിറ്റീവ് ചാർജ് കിടക്കുന്ന കാരണം വളരെ ഈസി ആയിട്ട് നെഗറ്റീവ് ചാർജിന് ന്യൂട്രൽ ആവാൻ പറ്റും. ന്യൂട്രൽ ആവാന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ചാർജ്ഡ് സ്പീഷീസ് ന്യൂട്രൽ ഫോമിലോട്ട് പോകുന്നതിനെയാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ചാർജ് സ്റ്റേബിൾ ആവുന്നത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോഴും പോസിറ്റീവ് ചാർജ് സ്റ്റേബിൾ ആവുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വരുമ്പോഴാണ് അല്ലേ? അപ്പോ 2 എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നൈട്രജനിലാണ്. ഒന്നാമത് അത് ഹെറ്ററോ ആറ്റത്തിലാണ്. ആ നൈട്രജൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പിലാണ്.
ആ നൈട്രജൻ കണക്ട് ചെയ്തിരിക്കുന്നത് കാർബോകാറ്റയോണിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഫേവറബിൾ ആർക്കാ? 2-നാണ്. ദാറ്റ് മീൻസ് 2 വിൽ ബി ഹൈലി അസിഡിക്. ഏറ്റവും അസിഡിക് 2 ആണ്. ദാറ്റ് മീൻസ് ഏറ്റവും pKa കുറവ് 2-നാണ് അല്ലേ? അപ്പൊ ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. ഇനി നമുക്ക് 1. അപ്പൊ അപ്പോഴും നമ്മുടെ മുന്നിൽ 1ഉം 3ഉം കിടന്ന് കളിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1-ന്നായിരിക്കും ഹൈഡ്രജൻ ഫാസ്റ്റ് ആയിട്ട് പോവുക, 3-ന്നായിരിക്കും ഹൈഡ്രജൻ ഫാസ്റ്റ് ആയിട്ട് പോവുക. നിങ്ങൾക്ക് എന്താ തോന്നണേ? നൈട്രജനിൽ അവിടെ പോസിറ്റീവ് ചാർജ് ഒക്കെ 3-ലുണ്ട്, പക്ഷെ ആ പോസിറ്റീവ് ചാർജ് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല അല്ലേ? ഗുണുണ്ടോ? ആ പോസിറ്റീവ് ചാർജ് അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? കാരണം നൈട്രജൻ അവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് നിൽക്കുക. പുള്ളിക്കാരൻ അവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഒന്നും അല്ല. പുള്ളിക്കാരന്റെ 2 ലോൺ പെയർ നഷ്ടപ്പെട്ട വിഷമത്തിൽ നിൽക്കുകയാണെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പുള്ളിക്കാരൻ അവിടെ ഇലക്ട്രോൺ റിച്ച് തന്നെയാണ്. ഇലക്ട്രോൺ റിച്ച് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ഓക്കെയാണ്. sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ സ്ട്രക്ചറിൽ നൈട്രജൻ എടുക്കുന്നത്, ശരിയല്ലേ? ആ നെഗറ്റീവ്. അപ്പൊ ഹൈഡ്രജൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പോവാന്ന് പറഞ്ഞ sp2 കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോകണം. sp2 കാർബണിൽ നിന്ന് ഹൈഡ്രജൻ ആണ് പോവുക ഈസി ആയിട്ട്, sp3 കാർബണിൽ നിന്ന് ഹൈഡ്രജൻ ആണ് പോവുക ഈസി ആയിട്ട്. 1-ൽ ഈസി ആയിട്ട് പോവാ അല്ലേ? 1-ൽ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും, 2 CO ഗ്രൂപ്പ് ഉള്ള കാരണം. ആ ഒരു സ്റ്റെബിലൈസേഷൻ ഫാക്ടർ എവിടെ ഇല്ല? 3-ലില്ല. ദാറ്റ് മീൻസ് രണ്ടാമത് അസിഡിക് എന്ന് പറയുന്നത് 2 കഴിഞ്ഞ പിന്നെ ആരാണ്? 1 ആണ്. അപ്പൊ ആൻസർ എന്താ? ഓപ്ഷൻ സി. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? 3-ല് മനസ്സിലായോ? ഇവിടെ കണ്ടോ 3 എന്ന് പറയുന്ന കേസില് ആ നെഗറ്റീവ് ചാർജ് സ്റ്റേബിൾ ആവണമെങ്കിൽ ഇങ്ങനെ വരണം. ഇങ്ങനെയൊക്കെ നടക്കുവോ? അങ്ങനെ ആ നെഗറ്റീവ് ചാർജിനെ നൈട്രജൻ എടുക്കാൻ പറ്റുമോ? ഇതൊന്നും നടക്കില്ല. പറ്റുമോ? കാരണം ഓൾറെഡി നൈട്രജന്റെ ചുറ്റും നോക്കിയേ, 2, 4, 6, 8. ഇനി എവിടെ നൈട്രജൻ കൊണ്ടുപോകാൻ നെഗറ്റീവ് ചാർജിന്? നൈട്രജനോട് കപ്പാസിറ്റി ഒന്നുമില്ല. നൈട്രജന്റെ ബാലൻസി മാക്സിമം ബാലൻസി 4-ആണ്. നൈട്രജന്റെ മാക്സിമം ബാലൻസി 4-ആണ്. അപ്പൊ വെറുതെ നിൽക്കാൻ തന്നെ ഉള്ളൂ ആ നെഗറ്റീവ് ചാർജിന് അവിടെ. പക്ഷെ നെഗറ്റീവ് ചാർജ് അവിടെ വരാൻ പോലും പറ്റില്ല, കാരണം sp2 പോകണം. അത് അടുത്ത കടമ്പ. അപ്പൊ വെറുതെ സ്ട്രക്ചർ നമുക്ക് തന്നുള്ളൂ, ഒരു ചാർജ് ഒക്കെ വെച്ച് കണ്ട് പേടിപ്പിച്ചു. പക്ഷെ 2 അങ്ങനെയല്ല അവസ്ഥ. 2-ല് പോസിറ്റീവ് ചാർജിന് നെഗറ്റീവ് ചാർജിന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അത് അവിടെ കാർബണിലാണ് പോസിറ്റീവ് ചാർജ് വന്ന് കിടക്കണം. റെസണൻസ് അവിടെ ഉണ്ട്, ഓഫ് കോഴ്സ് കാർബണിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? സോ ആൻസർ വിൽ ബി 2, 1 and 3. ക്ലിയർ? ഇത്ര വലിയ ടഫ് ചോദ്യം ഒന്നും അല്ലത്. നമ്മളെ സ്ട്രക്ചർ കണ്ടെന്ന് നമുക്കൊരു പേടി പോലെ തോന്നുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. വളരെ ഈസി ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യങ്ങളെല്ലാം +2 പിള്ളേർ ചെയ്യുന്ന ചോദ്യങ്ങളാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. +2-ൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ചോദ്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് ചോദ്യങ്ങൾ വില കുറച്ച് കാണും വേണ്ട, നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. ബേസ് ചാപ്റ്റർ അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നെ അവർക്കാണ് നമ്മളെക്കാളൊക്കെ ബുദ്ധി കൂടുതൽ എന്തൊക്കെ പറഞ്ഞാലും അല്ലേ, അവരുടെ ബ്രെയിനൊക്കെ വളരെ ഷാർപ്പാണ്. അടുത്ത ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ബേസിക് സ്ട്രെങ്ത്തിന്റെ ഡിക്രീസിങ് ഓർഡർ ശ്രദ്ധിക്കുക. ബേസിക് സ്ട്രെങ്ത്തിന്റെ ഡിക്രീസിങ് ഓർഡർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, സ്ട്രക്ചേഴ്സുകൾ നോക്കുന്ന സമയത്ത് ആലിഫാറ്റിക് അമീൻസ്, അരോമാറ്റിക് അമീൻസ് ഒക്കെ ഉണ്ടോന്ന് ആദ്യം നോക്കണം. ആലിഫാറ്റിക് അമീൻസ്, അരോമാറ്റിക് അമീൻസ്. അതിൽ ആലിഫാറ്റിക് അമീൻസ് വിൽ ബി മോർ ബേസിക് ദാൻ അരോമാറ്റിക് അമീൻസ്. അതേപോലെ തന്നെ ഗ്വാനിഡിൻ സ്ട്രക്ചർ ഉണ്ടോ നോക്കണം. ഗ്വാനിഡിൻ ബേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹൈലി ബേസിക്. ഗ്വാനിഡിൻ എന്ന് പറഞ്ഞ ഇതാണ്, അതായത് ബി ടൈപ്പ്. ഇവിടെ ഒരു C ഡബിൾ ബോണ്ട് N ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു നൈട്രജൻ NH2 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ നൈട്രജന്റെ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഡബിൾ ബോണ്ടിന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവൻ ഇങ്ങനെ നിർത്തും. അതായത് ഇങ്ങനെ നിർത്തും. ഇപ്പൊ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കി മാറ്റും. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹൈലി ബേസിക്. ദാറ്റ് വിൽ ബി ഹൈലി ബേസിക്. അതിനെയാണ് ഗ്വാനിഡിൻ ബേസ് എന്ന് വിളിക്കുന്നത്. ഗ്വാനിഡിൻ ബേസ്.
പിന്നെ ആലിഫാറ്റിക് അരോമാറ്റിക്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1ഉം 4ഉം അരോമാറ്റിക് ആണ്, 2ഉം 3ഉം ആലിഫാറ്റിക് ആണ്. ഇത് രണ്ടും ആലിഫാറ്റിക് ആണ്, 1ഉം 4ഉം അരോമാറ്റിക് ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? 2, 3 will be more basic than 1 and 4. ഓക്കെ, അപ്പോ ബേസിക്കല് 1ഉം 4ഉം വരാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം, ഓപ്ഷൻ ബിയും കട്ട് ചെയ്യാം. 1ഉം 4ഉം വരാൻ പാടില്ല. ഉത്തരായില്ലേ? യെസ് ഓർ നോ? ഏറ്റവും ബേസിക് 3, 3 കഴിഞ്ഞ 2, 2 കഴിഞ്ഞ 1, 1 കഴിഞ്ഞ 4. എന്തുകൊണ്ടാണ് 3 മോർ ബേസിക് ആയത്? 3 ഗ്വാനിഡീൻ ആണ്. 2 സ്ഥലത്തുണ്ട് അല്ലേ നൈട്രജൻ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ ഒരു സ്ഥലത്തേ ഉള്ളൂ. പിന്നെ പിരിഡീനും ദിസ് വൺ, ഇവിടെയും ദിസ് ഈസ് ഓൾസോ എ ഗ്വാനിഡീൻ. ഈ നൈട്രജൻ ഗ്വാനിഡീൻ ആണ്, അരോമാറ്റിക്കലി ഗ്വാനിഡീൻ ആണെന്നുള്ളൂ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണോ? ഗ്വാനിഡീൻ ബേസ് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct order of heat of hydrogenation of the following compounds. Heat of hydrogenation. Heat of hydrogenation. അപ്പൊ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു C ഡബിൾ ബോണ്ട് C സിസ്റ്റത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു C ട്രിപ്പിൾ ബോണ്ട് C സിസ്റ്റത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു അരോമാറ്റിക് സിസ്റ്റത്തിലോട്ട്, ഒരു മൾട്ടിപ്പിൾ ബോണ്ടഡ് സിസ്റ്റത്തിലോട്ട്, നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. അപ്പൊ ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ആ റിഡക്ഷൻ നടക്കും. ഇത് കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ, കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ എല്ലാം സാച്ചുറേറ്റഡ് സിസ്റ്റത്തിലോട്ട് മാറും. അപ്പോൾ എനർജി പുറത്തേക്ക് പോകും. ഈ എനർജീനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മൾ ആൽക്കീൻസ്, നോർമലി ആൽക്കീൻസ് ആണ് അവർ നമുക്ക് തരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊരു അൺസ്റ്റേബിൾ ആൽക്കീനാന്ന് വിചാരിക്കുക, അൺസ്റ്റേബിൾ ആൽക്കീൻ. ഇത് എനർജി ഗ്രാഫാന്ന് വിചാരിക്കുക. അപ്പൊ ഇത് സ്റ്റേബിൾ ആൽക്കീനാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആൽക്കീനും കൂടിയിട്ട് എന്തായിട്ട് മാറുന്ന? ആൽക്കീനായിട്ടാണ് മാറുന്നത്. അപ്പൊ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കൂടുതലേ ആർക്കായിരിക്കും? അൺസ്റ്റേബിൾ ആൽക്കീൻ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കൂടുതൽ അൺസ്റ്റേബിൾ ആൽക്കീൻ ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ. അതാണ് പ്രിൻസിപ്പിൾ. ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്താൽ മതി. സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ നോക്കണം? ഇലക്ട്രോണിക് ഇഫക്ട്സിന്റെ സഹായം തേടണം. റെസണൻസ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. റെസണൻസ് ഇവിടെ ഇല്ല. സോ ഹൈപ്പർ കോഞ്ചുഗേഷൻ നോക്കുക. ഹൈപ്പർ കോഞ്ചുഗേഷൻ നോക്കുന്ന സമയത്ത് ആദ്യത്തെ കേസിൽ 2 ആൽഫ ഹൈഡ്രജൻ, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ 4 ആണ്. സ്റ്റെബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്റ്റേബിൾ 4 ആണ്. 4 കഴിഞ്ഞാൽ പിന്നെ 2 ആവാം, 3 ആവാം, പിന്നെ 1 ആണ്. ദാറ്റ് മീൻസ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ഏറ്റവും കൂടുതൽ 1 ആണ്. പിന്നെ 2 ആവാം, 3 ആവാം, പിന്നെ 4. 1ഉം 4ഉം ഉള്ള ഓപ്ഷൻസ് ആദ്യം നോക്കുക. എയിലുണ്ട്, ബിയിലുണ്ട്, സിയിലില്ല, ഡിയിലില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 2ഉം 3യിലും നമുക്ക് കണ്ടുപിടിക്കണം. 2ഉം 3യും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സിസും ട്രാൻസും ആണ്.
അപ്പൊ സിസും ട്രാൻസും ആയിട്ട് വരുമ്പോ 1 കഴിഞ്ഞാൽ പിന്നെ ആര് വരും? 2 വരും. 2 കഴിഞ്ഞ പിന്നെ ആര് വരും? 3 വരും. 3 കഴിഞ്ഞ പിന്നെ 6 വരും. 4 വരും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷന്റെ ചോദ്യം വന്ന് ഇങ്ങനെ ചെയ്താൽ മതി. സ്റ്റെബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുക, സ്റ്റെബിലിറ്റി നോക്കുക. സ്റ്റെബിലിറ്റി കൂടുതലുള്ള ആൾക്ക് ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കുറവായിരിക്കും. ഇനി വന്ന് ചെയ്യില്ലേ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ചോദ്യം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. pKa values, acidic strength comparison. ഓക്കെ, acidic strength comparison ആണ്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞിരുന്നു ഹൈഡ്രോജൻ പോയി കഴിഞ്ഞിട്ട് റിസൾട്ടന്റ് ആയിട്ട് വരുന്ന ആനയോന്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സ്റ്റെബിലിറ്റി 2 ആണ് കൂടുതൽ. ശരിയാണ്, ട്രാൻസിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പൊ അതിന് ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ സ്റ്റെബിലിറ്റി ഏറ്റവും കുറവ് 1-നാണ്. ഓക്കെ ഓക്കെ, ആൻസർ തെറ്റിപ്പോയി അല്ലേ? ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കൂടുതൽ സിസിനാണ്. അപ്പൊ 1 3 2 4 വരാം. 1 3 2 4 ബി ആണ് വരാം. ഓക്കെ, സ്റ്റെബിലിറ്റി ഓർഡർ ഇങ്ങനെയാണ് വരാം. ജസ്റ്റ് കാണിക്കാം. സ്റ്റെബിലിറ്റി ഓർഡർ വരുന്നത് ഏറ്റവും സ്റ്റേബിൾ 4 കഴിഞ്ഞ ഒരു മിനിറ്റ് കേട്ടോ. 4 കഴിഞ്ഞ പിന്നെ 2 കഴിഞ്ഞ പിന്നെ 3 കഴിഞ്ഞ പിന്നെ 1. അപ്പൊ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ 1 3 2 4. ദിസ് ഈസ് ദ ഓർഡർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ക്ലിയർ അല്ലേ? ഓപ്ഷൻ തെറ്റിപ്പോയോ? ഓക്കെ, 1 3 2 4. സ്റ്റെബിലിറ്റിയുടെ ഓപ്പോസിറ്റ്. സ്റ്റെബിലിറ്റി കൂടുന്തോറും ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കുറയും. സ്റ്റെബിലിറ്റി കുറയും തോറും ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ കൂടും. ഓക്കെ അല്ലേ? യെസ് ഓർ നോ? അടുത്തിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസിഡിക് സ്ട്രെങ്ത് കേട്ടോ. അപ്പൊ അസിഡിക് സ്ട്രെങ്ത് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ, എക്സ് വൈ ആൻഡ് സെഡ്. അപ്പൊ അതിലെ വൈ വിൽ ബി ഹൈലി സ്റ്റേബിൾ. വൈ വിൽ ബി ഹൈലി സ്റ്റേബിൾ സിൻസ് വൈ ഈസ് അരോമാറ്റിക്. എക്സ്ക്ലൂസീവ്ലി അരോമാറ്റിക് ആണെന്ന് മാത്രമല്ല, അവിടെ 1 2 3 4 5 5 CN ഗ്രൂപ്പ് ഉണ്ട്, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. സോ pKa ഏറ്റവും കുറവ്, pKa ഏറ്റവും കുറവ് വൈക്കായിരിക്കും. ഏറ്റവും കുറവ് വൈക്കായിരിക്കും. ഉത്തരായില്ലേ? സി. ചില ക്വസ്റ്റ്യൻസിന് അങ്ങനെ ഒരു ലക്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct order of bond dissociation energy. നല്ല ചോദ്യമാണ്. ഇത് കെമിക്കൽ ബോണ്ടിങ് ആയിട്ട് കണക്റ്റഡ് ആണ്. GOC-യിൽ പറയാം, ഓർഗാനിക്കിന്റെ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട്. ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ഓർഡർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? കണക്ഷൻ, ആ ബോണ്ട് നോക്കുക. ദിസ് ഈസ് sp2s, ദിസ് ഈസ് sp3s, ദിസ് ഈസ് sps അല്ലേ? പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുമ്പോൾ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടും, അല്ലെങ്കിൽ ബോണ്ട് എനർജി കൂടും.
ദാറ്റ് മീൻസ് ഏറ്റവും സ്ട്രോങ് ബോണ്ട് ഏതായിരിക്കും? സിയുടെ ആയിരിക്കും. പിന്നെ ഏത് ആരുടെ ആയിരിക്കും? എയുടെ ആയിരിക്കും. പിന്നെ ആരുടെ ആയിരിക്കും? ബിയുടെ ആയിരിക്കും. സോ ആൻസർ വിൽ ബി ഡി. ഓക്കെ ആണോ? CAB. പെർസെന്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുമ്പോ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും. ക്ലിയർ? CAB. SPS bond is very strong, then SP2S bond, then SP3S bond. That will be the order. SPS, SP2S, SP3S. Okay അല്ലേ? ഇതിലെ ഒരു തെറ്റി എഴുതാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്കവാറും നിങ്ങൾ വിചാരിക്കുക സി ആയിരിക്കും വീക്ക് എന്ന്. അങ്ങനെ വിചാരിച്ചോ ആരെങ്കിലും? അതായത് സി പെട്ടെന്ന് H+ വിട്ടുകൊടുക്കും എന്നങ്ങനെ ചിന്തിച്ചോ? അങ്ങനെ ചിന്തിച്ചെങ്കിൽ യെസ് പറഞ്ഞേ നോക്കട്ടെ. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ അതും നല്ലതാ. പക്ഷെ ചിന്തിക്കണം, തെറ്റണം, ശരിയാക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയാ. You have to think. It may be wrong, but it's okay, fine. അത് ക്ലിയർ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവാ. ഒന്നും ചിന്തിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല, ഒന്നും കിട്ടില്ല. മനസ്സിലായോ? അതെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ബോണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലീവ് ചെയ്യണത് എങ്ങനെയാ? ക്ലീവ് ചെയ്യുന്നത് ഹോമോളിറ്റിക് ആയിട്ടാണ്, ഹെട്രോളിറ്റിക് ആയിട്ടല്ല കേട്ടോ. കാർബൺ കാർബണിന്റെ ഇലക്ട്രോൺ ആയിട്ട് പോകണം, ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആയിട്ട് പോകണം. അങ്ങനെയാണ് ക്ലീവേജ്. മനസ്സിലായോ? കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ട് നിങ്ങൾ ബോണ്ട് സ്ട്രെങ്ത്. നമ്മൾ കമ്പാരിസൺ അവിടെ പഠിക്കും. അപ്പൊ അവിടെ പഠിക്കുന്നുണ്ട് SPS ഈസ് വെരി ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട് അവിടെ. ഓവർലാപ്പിംഗ് നിങ്ങൾ കേട്ടോ? ഓവർലാപ്പിംഗ് കൺസെപ്റ്റ്. ഓവർലാപ്പിംഗ്. SS overlapping, PP overlapping, 1 overlapping, 2 overlapping, 1s 2s 2s, 1s പിന്നെ 2s 2p എന്നൊക്കെ പറഞ്ഞ അവിടെ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ ഓവർലാപ്പിംഗ് അവിടെയാണ് വരുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ബോണ്ട് എനർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇത് മാത്രമേ അവർ ചോദിക്കുള്ളൂ. മറ്റോടത്ത് അങ്ങനെയല്ല. മറ്റോടത്ത് വേറെ പല ചോദ്യങ്ങളും അതിൽ നിന്ന് ചോദിക്കാം. ഈ ക്വസ്റ്റൻ ഓക്കെ അല്ലേ? തെറ്റിക്കില്ലല്ലോ? The correct order of the bond, dissociation energy. Next question. The correct order of the acidity. Again acidity യുടെ ചോദ്യം. The correct order of acidity. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്താ ചെയ്യണ്ടേ? H+. ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ഇതിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യണം. ഇതിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യണം. അപ്പൊ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് A or B is more stable than C. So C will be least acidic. C least acidic ആയിരിക്കും. C will be least acidic. ഉത്തരായി B. ആൻസർ B. എന്തുകൊണ്ടാണ് എയും ബിയും മോർ സ്റ്റേബിൾ ആവാൻ കാരണം? അതിന് കാരണം എന്താ ഇവിടെ സംഭവിക്കുന്ന? സ്റ്റെബിലൈസേഷൻ ആണ് ത്രൂ -M അല്ലേ? അപ്പൊ സ്റ്റെബിലൈസേഷൻ നടക്കുന്ന സമയത്ത് റെസണൻസ് ആണ് നടക്കുന്നത്. അപ്പൊ ഈ റെസണൻസ് എന്ന് പറയുന്നത് സൈക്ലിക് സിസ്റ്റത്തില് വളരെ സ്ട്രോങ് ആയിരിക്കും. സൈക്ലിക് സിസ്റ്റത്തിലെ റെസണൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. അതിന് കാരണം എന്താ? അത് റിജിഡ് ആയിരിക്കും അല്ലേ? റിജിഡ് ആയിരിക്കും. പ്ലാനാരിറ്റി വളരെ കൂടുതലായിരിക്കും സൈക്ലിക് സിസ്റ്റത്തില്. അസൈക്ലിക് സിസ്റ്റത്തിൽ അങ്ങനെയല്ല. അസൈക്ലിക് സിസ്റ്റം ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസണൻസ് സൈക്ലിക് സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വീക്ക് ആണ് അല്ലെ? അതുകൊണ്ടാണ് സൈക്ലിക് സിസ്റ്റത്തിൽ അരോമാറ്റിസിറ്റി എന്ന് പറയുന്ന ഇതൊക്കെ ലൂപ്പ്, ആ സൈക്ലിക് ലൂപ്പിലൊക്കെ വരുന്നത് കൊണ്ടാണ് അത്രയും സ്ട്രോങ് ആവണേ അല്ലെ? പെരിസൈക്ലിക് റിയാക്ഷൻസിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് കൂടെ പോകുന്നതാണ്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ നോക്കിക്കോ, ഏതൊരു റിയാക്ഷനും സൈക്ലിക് പാത്വേ കൂടെ പോവാൻ പറ്റുമെങ്കിൽ അവൻ സൈക്ലിക് പാത്വേ കൂടെ തന്നെ പോകും.
അത് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും സൈക്ലിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ വളരെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സൈക്ലിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ റെസണൻസ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസേഷൻ. ഇനി എയും ബിയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബി 5 മെമ്പേർഡും എ 6 മെമ്പേർഡ് ആയതുകൊണ്ട് തന്നെ 5 മെമ്പേർഡ് ആയിരിക്കും കൂടുതൽ പ്ലാനാർ 6 മെമ്പേർഡിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് 5 മെമ്പേർഡ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ 6 മെമ്പേർഡിനേക്കാളും ഇതിൽ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. പിന്നെ റിങ്ങിന്റെ സൈസ് കുറയും തോറും നിങ്ങൾക്കറിയാം പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടറും കൂടും. അതൊക്കെ വരുമ്പോൾ 5/6 വരും എപ്പോഴും. അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും സ്റ്റേബിൾ ബി, പിന്നെ എ, പിന്നെ സി. ക്ലിയർ ആണോ? അപ്പൊ അതുകൊണ്ട് അസിഡിക് സ്ട്രെങ്ത് അങ്ങനെ തന്നെ വരും, ബി, എ, സി. ഓക്കെ അല്ലേ? Okay, next question. സ്റ്റഡി ത്രൂ ക്വസ്റ്റ്യൻസ് കേട്ടോ. ക്ലാസ് നിങ്ങൾ റെക്കോർഡ് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസുകൾ കേൾക്കുക, നോട്ട് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക, പ്രോബ്ലംസ് ചെയ്യുക. പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസ് നോക്കുക. അല്ല ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗൂഗിൾ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നെയുള്ള എന്തെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് അതിൽ റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. പണ്ടത്തെ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കണ്ടുപിടിക്കണം. ഇപ്പൊ അതല്ല. സോ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, തിയറി ഇരുന്ന് വായിച്ച് പഠിക്കാതെ. തിയറി ഇരുന്ന് നിങ്ങൾ പഠിച്ചിട്ട് എന്താ കാര്യം? ആസിഡിക് സ്ട്രെങ്തിനെ ആസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് പ്രോട്ടോൺ. H+ വിട്ടുകൊടുക്കുന്ന ഒരു സംഭവത്തിന് ആസിഡ് എന്ന് വിളിക്കുന്നു. നമ്മളെ കൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പ്രോബ്ലംസ് ചെയ്യാം, മാക്സിമം പ്രോബ്ലംസുകൾ ചെയ്യാം, മാക്സിമം പ്രോബ്ലംസുകൾ പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസിന് ഒരു പഞ്ഞുമില്ല ഇപ്പൊ നമ്മുടെ മുന്നിൽ. പ്രത്യേകം ഇൻഫോർമേഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഡൗട്ട് ഉള്ളത് ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുക. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായി? നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസുകളാണ് റിവിഷന്റെ സമയത്ത് നമ്മൾ പഠിക്കേണ്ടത്. മാക്സിമം ക്വസ്റ്റ്യൻസ്, സ്റ്റഡി ത്രൂ ക്വസ്റ്റ്യൻസ്, അതാണ് ഏറ്റവും ബെറ്റർ പഠിപ്പ്. അല്ലാതെ നമ്മൾ നോട്ട് ഇരുന്ന് വായിച്ച് മെറ്റീരിയൽസ് ഇരുന്ന് പഠിച്ച് നമുക്കത് കിട്ടത്തില്ല. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഫേസ് ചെയ്യാൻ നോക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അരോമാറ്റിസിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. 4 ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അവർ നമുക്ക് തന്നിട്ടില്ല. പ്രൊഡക്റ്റിന്റെ നേച്ചർ ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റിന്റെ നേച്ചർ ആദ്യത്തെ കേസിൽ സൈക്ലോ ഒക്ട ടെട്രൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് 2 ഈക്വലന്റ് പൊട്ടാസ്യം ആഡ് ചെയ്തിരിക്കുകയാണ്. പൊട്ടാസ്യത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കലി മെറ്റൽസ് നിങ്ങൾ നോക്കിക്കോ, ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും ഇലക്ട്രോണെ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ 2 പൊട്ടാസ്യം ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? 2 ഇലക്ട്രോണിനെ അവൻ കൊടുക്കും. അപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഈ കാർബൺ ആറ്റം ഒരു ഇലക്ട്രോണെ സ്വീകരിക്കും, ഈ കാർബൺ ആറ്റം ഒരു ഇലക്ട്രോണെ സ്വീകരിക്കും. അഡീഷണൽ ആയിട്ട് ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് അവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇപ്പൊ ടോട്ടൽ പൈ ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് 2, 4, 6, 8, 10 പൈ ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ആൻഡ് സിസ്റ്റം അരോമാറ്റിക് ആയിട്ട് മാറി. ഓക്കെ ആണോ? സിസ്റ്റം അരോമാറ്റിക് ആയിട്ട് മാറി. 1 എന്ന് പറയുന്നത് പി ആണ്. 1 ഈസ് പി. അപ്പൊ ഓപ്ഷൻ 3ഉം 4ഉം കട്ടായി. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് അബൌട്ട് ദ നേച്ചർ ഓഫ് 2? 2ന്റെ നേച്ചർ നോക്കണം. അപ്പൊ 2ൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൽ എന്താ സംഭവിക്കുന്നത്? H+ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാം, ഒരു ആൽക്കീൻ സിസ്റ്റത്തിലോട്ട് H+ ആഡ് ചെയ്ത് എന്താ സംഭവിക്കുക? ഹൈഡ്രേഷൻ നടക്കും. ഹൈഡ്രേഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. പോസിറ്റീവ് ചാർജ് വന്നു കഴിയുമ്പോൾ 2, 4, 6 പൈ ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം ആയിട്ട് മാറി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, ഹോമോ അരോമാറ്റിക് അല്ലേ? ഹോമോ അരോമാറ്റിക്. അപ്പോ 2 എന്ന് പറയുന്നത് എസ് ആണ്. ഉത്തരായില്ലേ? ആൻസർ ആയില്ലേ? ഇനി പോണ്ട, മതി. ഓക്കെ, ക്ലിയർ അല്ലേ? മറ്റു മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പെരിസൈക്ലിക്കിന്റെ ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗ് നടന്നു കഴിയുമ്പോൾ അയാൾക്ക് എന്താണ് സംഭവിക്കുക നോക്കണം. അത് സൈക്ലോ ഒക്ട ടെട്രൈൻ ആയിട്ട് മാറും, അത് നോൺ അരോമാറ്റിക് ആയിട്ട് മാറും.
ആൻഡ് ഫോർത്ത് വൺ ആന്റി അരോമാറ്റിക് ആണ്. 2, 4, 6, 8, 10, 12, 14. 2 ഇലക്ട്രോണും കൂടി കിട്ടുമ്പോൾ 16 ആയിട്ട് മാറും. അപ്പൊ അത് ആന്റി അരോമാറ്റിക് ആയിട്ട് മാറും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct order of basic strength. നല്ല ചോദ്യമാണ്. The correct order of basic strength. The correct order of basic strength. Basic strengthന്റെ ഓർഡർ ആണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. The correct order of basic strength. മൂന്നും 5 മെമ്പേർഡ് ആണ്. മൂന്നും അരോമാറ്റിക് ആണ് അല്ലേ? മൂന്നും അരോമാറ്റിക് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോ ഇതിലെ ഗുവാനിഡിൻ ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ഫസ്റ്റ് നോക്കേണ്ടത് ഗുവാനിഡിൻ ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടോ? ഗുവാനിഡിൻ ടൈപ്പ് ഉണ്ടോ? 3 അരോമാറ്റിക് ആണ്. അരോമാറ്റിക്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം ഗുവാനിഡിൻ ഉണ്ടോന്ന്. എന്താ ഗുവാനിഡിൻ എന്ന് പറഞ്ഞ? സി ഡബിൾ ബോണ്ട് എൻ കണക്റ്റഡ് ടു ആൻ ആറ്റം ഹാവിങ് ഇലക്ട്രോൺ പെയർ. അപ്പൊ ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഇവിടെ സി എൻ മൈനസ് ഡബിൾ ബോണ്ട് സെഡ് ഈ ലെവലിൽ നിൽക്കുന്ന ആള്. ഇതിനാണ് ഗുവാനിഡിൻ എന്ന് പറയുന്നത്. അതുണ്ടോ നിങ്ങൾ പറഞ്ഞേ? യെസ് ഓർ നോ? നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഉണ്ടോ? അങ്ങനെ ഒരു സ്ട്രക്ചറിന് നിങ്ങൾക്ക് എയിലോ ബിയിലോ, എയിൽ എന്തായാലും ഇല്ല, ബിയോ സിയോ നോക്കിയേ. എയിൽ ഒരു നൈട്രോജൻ അല്ലേ ഉള്ളൂ. ബിയിലുണ്ടോ? ബിയിൽ കിട്ടോ? ബിയിൽ കിട്ടില്ലല്ലോ. സിയിൽ കിട്ടും. സിയിൽ കിട്ടും. ബി കിട്ടില്ലല്ലോ. ബിയിൽ 2 നൈട്രോജൻ അടുപ്പിച്ച് നിൽക്കല്ലേ. അപ്പൊ സിയിൽ കിട്ടും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. അപ്പോഴും നമ്മുടെ മുന്നിൽ എ ആണോ ബി ആണോ എന്നുള്ളതാണ്. എ ആണോ ബി ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു പോയിന്റ് നിങ്ങൾ, ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തില്ലെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ, മിക്കവാറും നിങ്ങൾ എഴുതാൻ പോണ ഉത്തരം സി എ ബി ആയിരിക്കും. ആത്മാർത്ഥമായിട്ട് പറഞ്ഞ എൻ്റെ അടുത്ത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സി ബി എന്ന് എഴുതും. അതല്ലെങ്കിൽ മിക്കവാറും, കാരണം നമ്മൾ എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രജൻ അടുത്തടുത്തല്ലേ ബിയില്. അപ്പൊ അതുകൊണ്ട് നൈട്രജന്റെ ഈ ഇൻഡക്റ്റ് ഇഫക്റ്റ് ഉണ്ടല്ലോ, വളരെ ചതിയനാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാം, അയാൾ ഭയങ്കരമായിട്ട് നമ്മൾ ചതിക്കും. നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ +1 +2 പഠിച്ച് വരണ സമയത്ത് നമ്മൾ ഈ മര്യാദയ്ക്ക് പഠിച്ചിട്ടുള്ള ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റ് ഇഫക്റ്റ് മാത്രമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഇഫക്റ്റ് ഇൻഡക്റ്റ് ഇഫക്റ്റ് ആണ്. ഞാനത് കുറ്റം പറയണതല്ല, ഞാൻ നിങ്ങളെ പോലെ തന്നെ വന്ന തന്നെ ഞാനും ഇതൊക്കെ റെസണൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇന്ററാക്ഷനെ കുറിച്ചിട്ടോ ഒന്നും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവില്ല. ഇൻഡക്റ്റ് ഇഫക്റ്റ് നമ്മൾ മറക്കില്ല. അപ്പൊ അവസാനം നമ്മൾ എവിടെ നോക്കിയാലും ഇൻഡക്റ്റ് ഇഫക്റ്റ് ആണ്. നൈട്രോജൻ ആവില്ല ഇൻഡക്റ്റ് ഇഫക്റ്റ്, അപ്പൊ ബി ആയിരിക്കും ലീസ്റ്റ്. അങ്ങനെയല്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻഡക്റ്റ് ഇഫക്റ്റ് അവിടെ ഇല്ല എന്നല്ല, ഇൻഡക്റ്റ് ഇഫക്റ്റ് ഒക്കെ അവിടെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയണമൊന്നുമില്ല. പക്ഷെ അതിനെ ഓവർകം ചെയ്യണ ഇഫക്റ്റുകൾ അവിടെ വേറെ വരുമ്പോഴാണ് അവിടെ. അപ്പൊ ബേസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന? H+. അപ്പൊ ഇവൻ എന്താ സംഭവിക്കുക? ഇവൻ ഈ നൈട്രോജൻ പോയിട്ട് വളരെ ഈസി ആയിട്ട് H+നെ അറ്റാക്ക് ചെയ്യും, N- അല്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഹൈലി ബേസിക് ആയിരിക്കും. അപ്പൊ അത് ഓക്കെ ആയി സിയുടെ കേസിൽ. വാട്ട് അബൌട്ട് ബി? ബിയുടെ കേസിൽ എന്താ പ്രത്യേകത? എയുടെ കേസിൽ ഈ ലോൺ പെയറിനാണ് പങ്കെടുക്കേണ്ടത്, ബിയുടെ കേസിൽ ഈ ലോൺ പെയർ ഉണ്ട്, ഇവിടെ നൈട്രോജൻ ഉണ്ട്, 2 പേരുണ്ട്. അപ്പോ നോർമലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നൈട്രോജൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നിൽക്കല്ലേ. ഈ നൈട്രോജന്റെ ലോൺ പെയർ ഫ്രീ ആണ്. ഇവൻ ഫ്രീ അല്ല, ഇത് ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, ശരിയല്ലേ? അത് ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നുണ്ട്.
മറ്റോടത്തെ കേസിൽ ഇത് ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ ബി ആയിരിക്കും എന്ത് വരാ, മോർ ബേസിക്. ബേസിക് സ്ട്രെങ്ത് അല്ല ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി CBA, ഓപ്ഷൻ സി ട്ടോ, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ ചോദ്യം? അത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം ഒന്നുമല്ല കേട്ടോ, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം ഒന്നുമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി. കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി, കറക്റ്റ് ഓർഡർ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ കാർബോകാറ്റയോൺ. കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യണത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് അല്ലേ. ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ടോട്ടൽ 3 + 3 6 8 ആൽഫ ഹൈഡ്രജൻ. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ ഡബിൾ ബോണ്ട് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോ +M ഇഫക്റ്റ് ഉണ്ട്, റെസണൻസ് ഉണ്ട്. ദെൻ ഇവിടെ ഓക്സിജന്റെ ലോൺ പെയർ സ്റ്റെബിലൈസ് ചെയ്യും, +M ഇഫക്റ്റ് വഴിക്ക് ഇവിടെ 3, ഇവിടെ 3. അപ്പോ ഏറ്റവും സ്റ്റേബിൾ എ കഴിഞ്ഞ ബി കഴിഞ്ഞ സി, വേറെ ഒന്നും നോക്കണ്ട. സോറി, ഏറ്റവും സ്റ്റേബിൾ സി കഴിഞ്ഞ ബി കഴിഞ്ഞ എ അല്ലേ. റെസണൻസ് അല്ല ഏറ്റവും പവർഫുൾ. ലോൺ പെയർ വരുന്ന റെസണൻസ് ആണ് ഏറ്റവും പവർഫുൾ. അപ്പൊ സിക്ക് കൊടുക്കുക, പിന്നെ ഡബിൾ ബോണ്ടിന് കൊടുക്കുക, പിന്നെ ഹൈപ്പർ കോൺജുഗേഷൻ കൊടുത്താൽ മതി. ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു റെസണൻസ്. എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു റെസണൻസ്. റെസണൻസ് കഴിഞ്ഞിട്ട് പിന്നെ റെസണൻസിന്റെ തന്നെ അനിയൻ ഹൈപ്പർ കോൺജുഗേഷൻ, പിന്നെ ഇൻഡക്റ്റീവ് കേട്ടോ. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അരോമാറ്റിസിറ്റി ഉണ്ടെങ്കിൽ റെസണൻസിന്റെ മൂത്ത കാരണവരായിട്ട് അരോമാറ്റിസിറ്റി കൊടുക്കുക. അരോമാറ്റിക് കാർബോകാറ്റയോൺസ് ഉണ്ടെങ്കിൽ, അങ്ങനെ സാധ്യത കുറവാണ്, വരുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുക. സോ ആൻസർ വിൽ ബി CBA. സിമ്പിൾ അല്ലേ, സിമ്പിൾ ചോദ്യമല്ലേ CBA. ഹൈപ്പർ കോൺജുഗേഷൻ ഞാൻ ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് റെസണൻസ് നോക്കണ്ട ശരിക്കും. എയിലെ റെസണൻസ് ഇല്ല, ബിയിലെ റെസണൻസ് ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ഡബിൾ ബോണ്ട്. സിയിലെ റെസണൻസ് ഉണ്ട്, ഇത് സി ആണ്. സിയിലെ റെസണൻസ് ഉണ്ട് വിത്ത് റെസ്പെക്ട് ടു ഡബിൾ ബോണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ല ഓക്സിജൻ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആർക്ക് കൊടുത്തു, സിക്ക് ഫസ്റ്റ്, പിന്നെ ബിക്ക്, പിന്നെ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ, സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. Next question. Correct order of reactivity towards nucleophilic acyl substitution. ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആരൊക്കെ ഗ്രൂപ്പുകൾ നോക്കുക. അസറ്റൈൽ ക്ലോറൈഡ് ഉണ്ട്, CH3COCl. മീഥൈൽ അസറ്റേറ്റ് ഉണ്ട്, CH3C ഡബിൾ ബോണ്ട് OCH3. അസറ്റിക് അൻഹൈഡ്രൈഡ് ഉണ്ട്, CH3C ഡബിൾ ബോണ്ട് OC ഡബിൾ ബോണ്ട് OCH3. അസറ്റമൈഡ് ഉണ്ട്, CH3CONH2. അസറ്റമൈഡ് ആണ്. എന്താണ് ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ? ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ CH3CO ഒരു ലൂയിവിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഒരു ന്യൂക്ലിയോഫൈൽ ഇങ്ങനെ വരും. ഈ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ അത് ഒരു ടെട്രാഹീഡ്രൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും ഇതേപോലെ. എന്നിട്ട് ഈ O- അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തിരിച്ച് കാർബോണിലാവുമ്പോൾ ഈ ലീവിംഗ് ഗ്രൂപ്പ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആസിഡ് ഡെറിവേറ്റീവ്സ് തരുന്നൊരു റിയാക്ഷൻ ആണ് ഈ ന്യൂക്ലിയോഫിലിക് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ന്യൂക്ലിയോഫൈല് വന്ന് ഈ കാർബണ് അറ്റാക്ക് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഈ കാർബൺ എന്തായിരിക്കണം? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കണം. ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കണം. അത് മാത്രമല്ല, ലീവിംഗ് ഗ്രൂപ്പ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടുന്ന് പോകണം. ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ആയിരിക്കണം.
ദാറ്റ് മീൻസ് ഇവിടെ ഈ നൈട്രജന്റെ ലോൺ പെയർ, അമൈഡിന്റെ കേസ് നിങ്ങൾക്ക് അറിയാം. അമൈഡിന്റെ കേസിൽ നൈട്രജൻ ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. നൈട്രജൻ ഒരു NH2 എന്ന് പറയുന്നത് അത്ര നല്ലൊരു ലീവിംഗ് ഗ്രൂപ്പ് അല്ല. ഇറ്റ് ഈസ് എ ബാഡ് ലീവിംഗ് ഗ്രൂപ്പ് ആണ്. ഈ കാർബൺ എന്താണ്? ഇലക്ട്രോൺ റിച്ചു ആണ് കമ്പയർഡ് ടു ആദ്യത്തെ 3. ദാറ്റ് മീൻസ് ഏറ്റവും വീക്ക് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് അസറ്റമൈഡ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. അസറ്റമൈഡ് കഴിഞ്ഞ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം, ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ഇതിന്റെ അകത്ത് ക്ലോറിൻ ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് അസറ്റൈൽ ക്ലോറൈഡ് ആയിരിക്കും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct statement about the following species is. The correct statement about the following species is. A. ഏടെ പ്രത്യേകത ചാർജ്ഡ് സ്പീഷീസ് ആണ്. അപ്പൊ പ്ലസ് പ്ലസ് ആണ്. ബാക്കി 2, 4, 6 6 പൈ ഇലക്ട്രോൺസ് അരോമാറ്റിക് ആയിരിക്കും. ബിയുടെ പ്രത്യേകത 2, 4, 6, 8 ആന്റി അരോമാറ്റിക് ആയിരിക്കും. സോ ബി വിൽ ബി ആന്റി അരോമാറ്റിക്, എ വിൽ ബി അരോമാറ്റിക്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എ അരോമാറ്റിക്, ബി ആന്റി അരോമാറ്റിക്, എ അരോമാറ്റിക്, ബി ആന്റി അരോമാറ്റിക്. ആൻസർ ഈസ് ഓപ്ഷൻ അല്ലേ? സിമ്പിൾ അല്ലേ? ആക്ച്വലി നമ്മൾ ഈ സൈക്ലോ ഒക്ട ടെട്രൈൻ സിസ്റ്റം നല്ലൊരു സിസ്റ്റം ആണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ നമ്മൾ അരോമാറ്റിസിറ്റിയിൽ പഠിക്കുന്നത് ഞാൻ ആൾക്കാരെ കാണിച്ചു തരാം. പല ആൾക്കാരുകള് ആദ്യത്തെ സിസ്റ്റം, രണ്ടാമത്തെ സിസ്റ്റത്തിൽ ഇവിടെ ഒരു പ്ലസ് ചാർജ്, മൂന്നാമത്തെ സിസ്റ്റത്തിൽ 2 പ്ലസ് ചാർജ്, നാലാമത്തെ സിസ്റ്റത്തിൽ 2 മൈനസ് ചാർജ്. ഇത് നോൺ അരോമാറ്റിക് ആണ്. ബാക്കി ഇത് ഹോമോ അരോമാറ്റിക് ആണ്, ഇത് അരോമാറ്റിക് ആണ്, ഇത് അരോമാറ്റിക് ആണ്. എന്തുകൊണ്ട് ഇത് നോൺ അരോമാറ്റിക് ആയത്? ദിസ് ഈസ് നോട്ട് പ്ലാനാർ, ടഫ് ഷേപ്പ് ആണ്. ചാർജ് ഇവിടെ ഹോം അരോമാറ്റിക് ആവാൻ കാരണം ഈ sp3 കാർബൺ എവേ ഫ്രം ദ റിംഗ് നിന്നിട്ട് പ്ലാനാരിറ്റി കിട്ടും. ഇത് പ്ലാനാർ ആണ്, ഇതും പ്ലാനാർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ജിഒസിയുടെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ക്വസ്റ്റ്യൻസുകൾ ബേസിക് ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുന്ന സമയത്ത് ഓരോ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ എടുക്കുന്ന സമയത്തും നിങ്ങൾ നോട്ട് റെഫർ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട്, തിയറി മൊത്തം പഠിച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ജീവിതത്തിൽ. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോലെ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ കാണരുത്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നിങ്ങൾ സബ്ജക്റ്റീവ് ആയിട്ട് എഴുതുന്നതും നിങ്ങൾ ഒബ്ജക്റ്റീവ് ആയിട്ട് കൺസെപ്റ്റുകൾ ചോദിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ക്ലാസ് കേൾക്കുക, നോട്ട് എഴുതിയെടുക്കുക, ഒന്ന് പഠിക്കുക, അതിനുശേഷം PYQs എടുക്കുക, മാക്സിമം ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ സമയം കളയേണ്ട കാര്യമില്ല. അതവിടെ മാർക്ക് ചെയ്യുക, കൺസേൺ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ടീച്ചേഴ്സ് നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. നിങ്ങളുടെ സമയം കളയണ്ട, നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. വാട്സാപ്പ് എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളിപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ബിസി ആണെങ്കിൽ ചിലപ്പോൾ അപ്പം കിട്ടിയെന്ന് വരില്ല. എന്നാലും മാക്സിമം നമ്മളിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആ രീതിയിൽ പഠിക്കണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കുക. എക്സാമിനേഷൻസ് വരുമ്പോൾ അതും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, സോ താങ്ക് യു. ഗുഡ് നൈറ്റ്.